കാര്യം മനസ്സിലാക്കണം. ഒരു കോടതിയിൽ നിൽക്കുന്ന ഒരു കേസിൽ എൻ്റെ ആസിഫ് അലിയുടെയും ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഇവരോട് ചലഞ്ച് ചെയ്യണം. ഒരു പ്രൂഫ്, ഞാൻ പേയ്മെന്റ് വാങ്ങിച്ചിട്ടുള്ള വളരെ വിഷമത്തിലാണ്. കാരണം എനിക്ക് ഫാമിലി ഉള്ളതാണ്. ഇതിപ്പോ ഈ ഒരു പ്രസ് മീറ്റ് വിളിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ ഹോള് ബുക്ക് ചെയ്യുന്നതിനാണ് എത്ര ത്രെട്ടനിങ് കോൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മതി. ഇവിടെ 2 ഡേറ്റോളം അനൗൺസ് ചെയ്തു. ഏപ്രിൽ 3 ആദ്യം വരാനിരുന്നത്, ഏപ്രിൽ 17 മാറിയത്. പ്രൊമോഷൻ വർക്കും കാര്യങ്ങളും എല്ലാം നടന്നിട്ടും എന്തുകൊണ്ട് ഈ സിനിമ പുറത്തു വരുന്നില്ല എന്ന് കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇനി ചിലരെ അറിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നതിന് വേണ്ടി തന്നെയാണ് കേൾക്കാം. അപ്പൊ എന്താണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയാനാണ് ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചിരിക്കുന്നത്. ആഭ്യന്തര കുറ്റവാളിക്ക് എതിരെ ഇപ്പം വിവേക് വിശ്വം എന്ന് പറഞ്ഞു കൊടുത്ത ഒരാളുടെ പരാതിയുടെ മേളിലാണ് ഈ ചിത്രത്തിന്റെ സംപ്രേഷണം ഇപ്പം നടക്കാത്തത്. അപ്പം വിവേകിന്റെ ഇഷ്യൂ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആഭ്യന്തര കുറ്റവാളിയിലേക്ക് ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. ആഭ്യന്തര കുറ്റവാളി ആദ്യം ഞാൻ ആസിഫിന്റെ ഡേറ്റ് എടുത്തതിന് ശേഷം എനിക്ക് അഡ്വാൻസ് വന്നതും പടം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞതും ഈസി ഫ്ലൈ പ്രൊഡക്ഷൻസ് ആണ്. അതിന്റെ പ്രൊഡ്യൂസേഴ്സ് 2 പേരാണ്, പാർട്ട്നേഴ്സ്. ഒന്ന് അജി മേഡയും പിന്നെ തൗഫീഖ് എന്ന് പറഞ്ഞ 2 പേരാണ് എനിക്കും ആസിഫിനും അഡ്വാൻസ് തന്നത്. എന്നാൽ അഡ്വാൻസ് തന്ന് 3 മാസം കഴിഞ്ഞിട്ടും പടം മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ അതിന് അത്രയും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ നേരെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനാണ് ആദ്യമായിട്ട് പരാതി അയക്കുന്നത്. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ഈ പരാതി പഠിച്ചു, അവരത് ജെന്യുവനാണെന്ന് കണ്ടിട്ട് ഡയറക്ടേഴ്സ് യൂണിയൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കൈമാറി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഈ സിനിമ അവരെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തുക, അഡ്വാൻസ് തിരിച്ചിട്ട് കൊടുത്ത് എഗ്രിമെന്റ് ക്ലോസ് ചെയ്യുക എന്നാണ്. അങ്ങനെയാണ് നൈസാമിക്ക കാണുന്നതും കഥ പറയുന്നത്. അപ്പൊ നൈസാം സലാം പ്രൊഡക്ഷൻസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുന്നു. ചേംബറിൽ വെച്ചിട്ടാണ് ഇതിന്റെ എഗ്രിമെന്റും പരിപാടികളും എല്ലാം നമ്മൾ നടത്തിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് അഡ്വാൻസും ആസിഫിന് തന്ന അഡ്വാൻസും ഞങ്ങൾ തിരിച്ചിടുകയുണ്ടായി. ഈസി ഫ്ലൈറ്റിലേക്ക് തന്നെ അവരുടെ ജോയിന്റ് അക്കൗണ്ടാണ്, അതിലേക്കാണ് ഇട്ടത്. 3 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ എക്സ്പെൻസ് അതും നമ്മുടെ പുതിയ പ്രൊഡ്യൂസർ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആ എഗ്രിമെന്റ് അവിടെ ഒരു വക്കീലിന്റെ സാന്നിധ്യത്തിലാണ് ഈ ചേംബറിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് പടം പ്രൊഡക്ഷനിലേക്ക് പോകുന്നത്. അതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പിൽ വരുന്ന ഒരു ബാധ്യതയും നമ്മൾക്കില്ല. എന്തുകൊണ്ടാണ് അവർക്ക് പുതിയൊരു പ്രൊഡ്യൂസർ വരുന്നതും അയാള് മുടക്കിയ ഒരു തുകയുണ്ട്. അതായത് ആദ്യം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ മുടക്കിയ തുക എന്ന് പറയുന്നത് എനിക്കും ആസിഫിന് തന്ന അഡ്വാൻസ് ആണ്. അത് ഞങ്ങൾ അന്ന് തന്നെ ഈ പറയുന്ന എഗ്രിമെന്റ് എഴുതുന്ന ദിവസം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞ് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അനൗൺസ് ചെയ്തു. അത് ഒരു ദിവസം പെട്ടെന്ന് കൊണ്ടുവന്ന് ഒളിച്ചിരുന്ന് ഷൂട്ട് ചെയ്ത സിനിമയല്ല. 45 ദിവസം എടുത്ത് തൃപ്രയാറും കുന്നംകുളം, ഇടുക്കി എന്നീ ഏരിയകളിലാണ് ഈ സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയത്. ഷൂട്ട് കംപ്ലീറ്റ് ആയി വൺസ് ഇത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങാൻ നേരത്താണ് നമുക്കിതിൽ ആദ്യത്തെ പരാതി വരുന്നത്. അത് ജില്ലാ കോടതിയിലാണ് ആദ്യത്തെ ഒരു സ്റ്റേ വരുന്നത്. അപ്പം ജില്ലാ കോടതിയിലെ സ്റ്റേയിൽ വിവേക് വിശ്വം എന്ന് പറയുന്ന ആള് പറഞ്ഞിരിക്കുന്നത് അയാളുടെ കയ്യിൽ നിന്ന് 1,55,00,000 രൂപ വാങ്ങിച്ചിട്ട് ഈ പടം മറ്റൊരാൾക്ക് മറിച്ചു വിറ്റു എന്നാണ് അതിനകത്ത് പറഞ്ഞ ഒരു അലിഗേഷൻ. അപ്പൊ ഈ 1,55,00,000 ആര് വാങ്ങിച്ചു? ഈസി ഫ്ലൈ പ്രൊഡക്ഷൻസിലെ തൗഫീഖിനാണ് കൊടുത്തേക്കണേന്ന് പറയുന്നത്. അങ്ങനെ അയാൾ അത് സമ്മതിച്ചിട്ടുമുണ്ട്. ഈ തൗഫീഖ് എന്ന് പറഞ്ഞാൽ ഇത് എന്ന് കൊടുത്തു? 2020-നും 2022-നും ഇടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ കേസ് ജില്ലാ കോടതിയിൽ നമ്മൾ വാദിക്കാനായിട്ട് നമ്മളും വക്കീലിനെ വെച്ചു. ജില്ലാ കോടതിയിൽ നമ്മൾ അപ്പീൽ ചെയ്യാണ് ഉണ്ടായത്. അപ്പം ജില്ലാ കോടതി ഈ കേസ് ഡിസ്മിസ് ചെയ്യാൻ എടുത്ത തീരുമാനത്തില് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ കേസിൽ ഈ വിവേക് വിശ്വം എന്ന് പറഞ്ഞ ആൾക്ക് 2022 മുതൽ ഇവര് തൗഫീഖ് റീപേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് 24-ല് ഷൂട്ട് കിടക്കുന്ന ഒരു പടത്തിന് 2020-ലോ അല്ലെങ്കിൽ 2022-ലോ ഉണ്ടാകുന്നത് ഫണ്ട് ഇതിന്റെ പേരിൽ എഴുതി ചേർക്കുന്നത്? പ്രഥമദൃഷ്ട്യ നൈസാം സലാമോ ആഭ്യന്തര കുറ്റവാളിയോ അതിന്റെ അണിയറ പ്രവർത്തകരോ ഈ പറയുന്ന വിവേക് വിശ്വത്തിന്റെ ഇത് കാശ് വാങ്ങിച്ചിട്ടില്ല. അത് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കോടതിയിൽ ഫൈറ്റ് ചെയ്യാം എന്ന് തന്നെ തീരുമാനിച്ചത്. ഈ പറഞ്ഞ എന്താണ് അപ്പം നമ്മൾ കോടതിയിൽ ഫൈറ്റ് ചെയ്തു. ജില്ലാ കോടതി ഈ കേസ് സത്യമല്ല എന്ന് കണ്ട് അത് റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിന്റെ ഓർഡറിന്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. ബിക്കോസ് അതിന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ വിവേക് വിശ്വം എന്ന് പറയുന്ന ആള് ഇതിനു മുമ്പും ഇതേ 1,55,00,000 പേരില് 2 കേസുകൾ ഈ തൗഫീഖ് എന്ന് പറഞ്ഞ ആളുടെ പേരിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരു കേസ് തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലാണ് കൊടുത്തിട്ടുള്ളത്.
അതില് വിവേക് വിശ്വം പറഞ്ഞിരിക്കുന്നത് ഉംറ ബിസിനസ്സിന്, അതായത് തൗഫീഖിന് ഉംറ എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ആളെ കെട്ടിവിടണം. ട്രാവൽ ഏജൻസി ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഈ കാശ് കൊടുക്കുന്നത്. അത് കാശ് കൊടുത്തതിന് ശേഷം അങ്ങനെ ഇവർ തമ്മിലൊരു ഡോക്യുമെന്റേഷന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ പേരിൽ ഒരു 8 ചെക്ക് കേസ് നിലവിലുണ്ട്. 8 ചെക്ക് കേസ് ഈ തൗഫീഖിന്റെ പേരിൽ വിവേക് വിശ്വം കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിരിക്കുന്ന എന്താ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ട്രാവൽ ഏജൻസി ബിസിനസ്, അതായത് ഹജ്ജ് ഉംറ സർവീസിലേക്കാണ് ആ കാശ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് അതേ ഈ 1,55,00,000 രൂപയുടെ പേരിൽ വേറൊരു ക്ലൈം പാലാരിവട്ടം സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന കംപ്ലൈന്റ് സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചതാണ്. അപ്പൊ ഈ പറയുന്ന 1,55,00,000 രൂപയുടെ പേരിൽ ഇയാൾ 3 പ്രാവശ്യം 3 അലിഗേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് ട്രാവൽ ഏജൻസി ബിസിനസ്, രണ്ടാമത് സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ഈസി ഫ്ലൈ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസിനോ ഈ വിവേക് വിശ്വ എന്ന് പറയുന്ന വ്യക്തിയോ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല, എന്റെ ലൈഫ് കണ്ടിട്ടില്ല, ഈ നിമിഷം വരെ കണ്ടിട്ടില്ല. ഇവര് എന്നെ കഴിഞ്ഞ ഇപ്പൊ ഈ ജില്ലാ കോടതിയുടെ ഓർഡർ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാനും നമ്മുടെ സിനിമ വീണ്ടും അടുത്തടുത്തൊരു വേറൊരു വിഷയത്തിലൂടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ട് പോലും ശരി അതൊരു തെറ്റിദ്ധാരണയായിരുന്നു, അത് വിട്ടേക്കാമെന്ന് വിചാരിച്ചു. വിട്ടേക്കാമെന്ന് വിചാരിച്ചതിന് ശേഷമാണ് നമ്മൾ റിലീസ് 17-ാം തീയതി ഫിക്സ് ചെയ്തിരുന്നു. ആ 17-ാം തീയതി ഒരു 7-ാം തീയതി മുതൽ ഒരു വാട്സപ്പ് കോളിലാണ് എനിക്ക് കോള് വരുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട്, നിങ്ങളുടെ സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ 50 ലക്ഷം രൂപ ഞാൻ കൊടുക്കണം, വിവേക് വിശ്വൻ. അപ്പൊ ഞാൻ വിവേകിനോട് പറഞ്ഞു, ഫോണിലാണ് ഇത്, വാട്സപ്പിലാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ 50 ലക്ഷം രൂപ ഞാൻ എന്ത് അടിസ്ഥാനത്തിലാണ് തരുന്നത്? ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങളെ ഇന്ന് വരെ കണ്ടിട്ടില്ല, ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ലീഗൽ അഡ്വൈസർ പോയിട്ടാണ് ഫിലിം ചേംബറിൽ ഇരുന്നിട്ട് ഈ ഒരു എഗ്രിമെന്റ് ഉണ്ടാകുന്നത്. ഈ എഗ്രിമെന്റിനകത്ത് ആകെ ഇവരും ഞാനും ആ സിനിമയോടുള്ള ബന്ധം ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ടൈറ്റിൽ മാത്രമാണ്. ഈ ടൈറ്റിലിന്റെ ഒറ്റ പേരിലാണ് ഈ പടം ഇങ്ങനെ സ്റ്റേയിലോട്ട് എത്തിയത്. ഇപ്പൊ ജില്ലാ കോടതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ തൗഫീഖ് എന്നെതിരെ പല പ്രാവശ്യം വിവേക് വിശ്വം ഇതേ എമൗണ്ടിന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അത് കോടതിയിൽ നിൽക്കുന്ന കേസാണ്, 8 ചെക്ക് കേസായിട്ട് നിൽക്കുന്ന കേസ്. അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യാം, നമുക്ക് പടം തന്ന ആ കമ്പനിയിലുള്ള ആ പാർട്ട്നേഴ്സിനെ വിളിച്ചു വരുത്തി സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇവര് തമ്മിലുള്ള ഇഷ്യൂ ഇങ്ങനെ സ്വാഭാവികമായിട്ട് നിൽക്കുകയാണ്. അത് ഈ കേസ് പിൻവലിക്കണമെങ്കിൽ തൗഫീഖിന്റെ കേസ്, അതായത് ഈ ഈസി ഫ്ലൈയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് അയാൾ പിൻവലിക്കാൻ 25 ലക്ഷം രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം എന്നെ വിളിക്കുകയാണ്, എന്നോട് പറയുന്നത് അവര് തമ്മിലുള്ള ഇഷ്യൂ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി, പക്ഷെ ഞാൻ 25 ലക്ഷം കൊടുക്കണം എന്റെ സിനിമയെ വിടാൻ. ഞാൻ പറയാണ്, ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് ഒരു ചായ പോലും മേടിച്ചു കുടിച്ചിട്ടില്ല, കണ്ടിട്ടില്ല ലൈഫിൽ. ഇവര് ഞാൻ ചലഞ്ച് ചെയ്യാണ്, ഇവര് എന്തെങ്കിലും തെളിവ് ഈ ഈസി ഫ്ലൈയോ വിവേക് വിശ്വൻ എന്ന് പറയുന്ന വ്യക്തിയോ ഞാനുമായിട്ടൊരു ട്രാൻസാക്ഷൻ, ഒരു സാമ്പത്തിക ഇടപാടോ അല്ലെങ്കിൽ ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് 9 ലക്ഷം രൂപ ഇവര് പ്രീ പ്രൊഡക്ഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഡയറക്ടറും എല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ കൊടുത്തതാണ്. ഇവര് രണ്ടുപേരും എനിക്ക് ഒരു വിധത്തിലുള്ള പ്രൂഫും ഇല്ല. കാരണം ഞാനുമായിട്ട് സംസാരിക്കുന്ന പോലും ഈ 7-ാം തീയതിയാണ്. കാരണം ഈ കേസ് കോടതി എനിക്ക് അനുകൂലമായിട്ട് വിധി തന്നതിന് ശേഷം ഞാൻ ഇവരോട് സംസാരിക്കേണ്ട കാര്യമില്ല. ജില്ലാ കോടതിയിൽ ഇങ്ങനെ ഒരു ഓർഡർ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് കഴിഞ്ഞ 7-ാം തീയതി മുതൽ നിരന്തരം രാത്രിയിൽ മിക്ക ദിവസങ്ങളിലും എന്നെ വിളിക്കാറുണ്ട്. തൗഫീഖ് ഈസി ഫ്ലൈ തൗഫീഖുമായിട്ടുള്ള ഇഷ്യൂ വിടാം, അത് വേറെ വിഷയമാണ്, സിനിമയുമായിട്ടുള്ളതിന് ഞാൻ 25 ലാക്സ് കൊടുക്കുക. അപ്പോ ഇപ്പൊ പറയുന്നത് പറഞ്ഞാൽ 50 ലക്ഷം രൂപ ഇന്നലെ പോലും എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപ, ഇന്നാണെങ്കിൽ 50 ലക്ഷം, നാളെ ആണെങ്കിൽ 1 കോടി. അപ്പൊ എനിക്ക് വേറെ മാർഗമില്ല. എങ്ങനെയാണ് ഇവര് ജില്ലാ കോടതിയിൽ ഇങ്ങനെ ഒരു ഓർഡർ സമ്പാദിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഹൈക്കോടതി ഞാൻ അതിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ എനിക്ക് എന്റെ പടം എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം. കാരണം 8-9 കോടി രൂപ മുടക്കിയ പടമാണ്. ഞാൻ ഒരു 25 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇവരോട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഇവരെന്നോട് ചോദിക്കുന്ന 25 ലക്ഷം ഞാൻ 25 ലക്ഷം കൊടുത്തിരിക്കും. കാരണം ഞാനുമായിട്ട് സാമ്പത്തിക ഇടപാട് ഉണ്ടെങ്കിൽ ഈ 9 കോടി രൂപയുടെ ബാധ്യത ഞാൻ എന്റെ സിനിമ ഇറങ്ങാതിരിക്കാൻ ഞാൻ തടസ്സം നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ ആ കാശ് കൊടുത്താൽ മതി. ഞാൻ വാങ്ങിയിട്ടില്ല എന്നും ഈ സിനിമയ്ക്ക് എന്റെ കമ്പനിക്കോ എന്റെ ക്രൂവിനോ ആർക്കും ഒരു ബന്ധമില്ല എന്ന് ഉറപ്പുള്ളതാണ് ഞാനായിട്ടാണ് സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതിയിൽ ഞാൻ പോയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്ന 5-ാം തീയതിയോടുകൂടി അതിനൊരു തീരുമാനം ഉണ്ടാവും. ഈ മാസം മെയ് പകുതിയോടുകൂടി ഈ പടം റിലീസ് ചെയ്യാനാണ് നമ്മളുടെ തീരുമാനം. അത് കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും ഈ വിവേക് വിശ്വനെ ചലഞ്ച് ചെയ്യുന്നു, ഈസി ഫ്ലൈ ചലഞ്ച് ചെയ്യുന്നു,
എന്തെങ്കിലും ഒരു പ്രൂഫ്, ഒരു ഞാനും അവരുമായിട്ട് നേരിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ളത്. പിന്നെ ആകെ ഇത് സിനിമയുമായിട്ട് കണക്ട് ചെയ്യുന്നത് നേരത്തെ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന അവരുടെ തമ്മിലുള്ളൊരു പേഴ്സണൽ ബാധ്യതയാണ്. അതിനെ എങ്ങനെ ഇതിനകത്ത് കൊണ്ടൊന്ന് കണക്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഈ തൗഫീഖ് എന്ന് പറയുന്ന ആളിനെ ഞാൻ ബന്ധപ്പെടുമ്പോൾ അയാൾ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഞാൻ കാശ് കൊടുത്താൽ അവർ നിങ്ങളെ സിനിമയെ വിടില്ല എന്നാണ് പറയുന്നത്. അത് അവര് തമ്മിലുള്ള ബാധ്യത എങ്ങനെയാണ് എന്റെ കമ്പനി എന്റെ സിനിമയും ബാധ്യത. ഞാനിതിനകത്ത് ആകെ പെട്ടുപോയത് ആഭ്യന്തര കുറ്റവാളി എന്നുള്ള ടൈറ്റിൽ മാത്രം അവർ രജിസ്റ്റർ ചെയ്തിരുന്ന ടൈറ്റില് ഫിലിം ചേംബറിന്റെ അനുമതിയോടുകൂടി അവർ ആ ടൈറ്റിൽ ക്യാൻസൽ ചെയ്തതിനു ശേഷം അവിടെ വെച്ചിട്ട് ഉണ്ടാക്കിയ എഗ്രിമെന്റ് ആണ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ആ ടൈറ്റിൽ മാത്രമാണ് ഞാൻ അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. ഈ സിനിമയില് ₹1 പോലും, അതായത് ഒരു സേഫ്റ്റി പിന്ന് വാങ്ങിച്ച കാശ് പോലും ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനിക്കോ വിവേക് വിശ്വനോ അനീഷ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾക്കോ ഇതിനകത്ത് ഒരു പങ്കുമില്ല. അത് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാശ് കൊടുക്കാൻ തയ്യാറാണ്. കാരണം എനിക്ക് ഇത്രയും പൈസ ബ്ലോക്കാക്കി വെക്കേണ്ട കാര്യമില്ല, ഈ സിനിമ റിലീസ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. മറ്റൊരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, അതായത് ഈ ജില്ലാ കോടതിയുടെ ഓർഡർ വന്നതിന് ശേഷമാണ് നമ്മുടെ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോയത്. ആൻഡ് ഈ ക്രൗൺ പ്ലാസയിൽ വെച്ച് തന്നെയാണ് 2 ദിവസം അതിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടന്നത്. ആൻഡ് പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഓൾമോസ്റ്റ് ₹1,20,00,000 ഇറക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു പടം. എന്തിന്റെ പേരിലാണ് ഇത് ഇങ്ങനെ തടയുന്നത്? അതായത് ഇയാള് ഈ പറയുന്ന കോടതി എന്ന് പറഞ്ഞ ഒരു ഓർഡറിന്റെ പേരിലാണെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതി പോയിട്ടുണ്ട്, നമുക്ക് പേടിയില്ല, സന്ധി സംഭാഷണങ്ങൾക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല, പല രീതിയിലും വിളിച്ച് പലരോടും പറഞ്ഞിട്ടുണ്ട്. വെറും 25 ലക്ഷം രൂപയിലേ ഉള്ളൂ, അത് കൊടുത്ത് ഒഴിവാക്കുന്നത്. ഇതിനിടയിൽ എനിക്ക് ആളെ കണ്ടിട്ടില്ല. ഒരു PRT, അതായത് ഉസ്മാൻ എന്നാണ് അയാളുടെ പേര്, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഉസ്മാൻ എന്നാണ് അയാളുടെ പേര്. അയാൾ ഞാനുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എന്റെ ഓവർസീസ് ബിസിനസ്, എല്ലാ OTT പ്ലാറ്റ്ഫോംസ് എല്ലാവർക്കും ഉസ്മാൻ എന്ന് പറയുന്ന ഒരാൾ, എനിക്കറിയില്ല, ഒപ്പാല എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അയാൾ റൺ ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞ ഒരു മാർക്കറ്റിംഗ് കമ്പനി. അയാളാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത്. അപ്പൊ ഈ കാശ് ഇത് ആർക്കാണ് ഈ കാശെന്ന് എനിക്കറിയില്ല. അവര് തമ്മിൽ ഇടപാടുണ്ടെങ്കിൽ അവർ തമ്മിൽ തീർത്തോളണം, ആ കാശ് വാങ്ങിയെടുക്കണം. ഇത് എന്റെ പേരിൽ വന്ന് 25 ലക്ഷം രൂപ ചോദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഞാൻ ഇതിൽ പെട്ടു. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങാത്തൊരു കാശ് എന്തിന് ഞാൻ കൊടുക്കണം? നിങ്ങൾ ഈ മീഡിയാസ് മനസ്സിലാക്കണം, ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോകണമെങ്കിൽ ഇതിനേക്കാൾ ചെലവാകും. ഈ 25 ലക്ഷം രൂപ എനിക്ക് അവിടെ ചെലവുണ്ട്. അപ്പൊ ഞാനായിട്ട് ഇങ്ങനെ ഒരു മാഫിയ വളർത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇവര് കോടതിയില്, ജില്ലാ കോടതിയില് കേസ് ഇരിക്കുമ്പോൾ വന്ന് പറഞ്ഞു, സമാനമായ കേസില് ഇവര് ഇങ്ങനൊരു വിധി വന്നിട്ടുണ്ട്. അതായത് RDX മഞ്ഞുമേൽ ബോയ്സ് പോലുള്ള പടങ്ങൾക്ക് ഇതുപോലെ ഫ്രോഡ്, ഇതുപോലെ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ജഡ്ജി ചോദിച്ചത്, നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഈ പ്രൊഡ്യൂസറുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ടോ, എന്തെങ്കിലും എഗ്രിമെന്റ് ഉണ്ടോ? ആ കോടതി വിധി നിങ്ങൾക്ക് ഞാൻ എവിടെ തരാം? ഈ ജില്ലാ കോടതിയുടെ വിധി ഇതിനകത്ത് ഈ തൗഫീഖും ഇവരുമായിട്ടുള്ള ഈസി ഫ്ലൈ എന്നുള്ള കമ്പനിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എങ്ങനെയൊക്കെയായിരുന്നു, ആ കേസിന്റെ നാൾ വഴി എന്താണെന്നുള്ളത് ആ ഓർഡറിനകത്തുണ്ട്. എന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം, എങ്ങനെയാണ് ഈ ഹൈക്കോടതി ഇങ്ങനൊരു വിധി സമ്പാദിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പൊ എനിക്ക് എന്റെ സിനിമ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം. ഹൈക്കോടതിയിൽ പോയി അവരോട് വാദം പറഞ്ഞ് നിന്ന് റിലീസ് ചെയ്യാനുള്ള സമയമില്ല. ഈ വെക്കേഷൻ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും എമർജൻസി ആയിട്ട് എനിക്ക് റിലീഫ് വേണം. അപ്പൊ എനിക്ക് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റും. അപ്പൊ ഞാൻ മൂവി ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മെയ് 10 സിനിമ റിലീസ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനൊരു പ്രസ് മീറ്റ് വിളിക്കണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. അത് നേരത്തെ വിളിക്കാമായിരുന്നു എന്ന് ഇപ്പൊ നമുക്ക് തോന്നി. എന്താ പറയുക, ഈ ജില്ലാ കോടതിയുടെ ഓർഡറിൽ നിങ്ങൾക്ക് ഞാൻ അതിന്റെ സിറോക്സ് കോപ്പി തരാം. അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ കേസിൽ എന്തൊക്കെയാണ് കോടതിയുടെ ഫൈൻഡിങ്സ് എന്നുള്ളത്. അതായത് ഈ പറയുന്ന വിവേക് വിശ്വം എന്ന് പറയുന്ന ആള് എന്നായിരുന്നു ഈ ഫണ്ട് കൊടുത്തിട്ടുള്ളതെന്നും 2022 മുതൽ ഈ എമൗണ്ട് റീപേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നും അതിന് 32 ലക്ഷം രൂപ ഈ തൗഫീഖ് എന്ന് പറഞ്ഞ ആൾ അക്കൗണ്ട് ത്രൂവും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ ജില്ലാ കോടതിയുടെ ഫൈൻഡിങ്സ് തന്നെയാണ്. വെറുതെ ഇരുന്ന് ഒരു ജഡ്ജി ഇരുന്ന് പറഞ്ഞ ഓർഡർ അല്ലാതെ. ആൻഡ് ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇവിടെ DYSP ഓഫീസിൽ ട്രിവാൻഡ്രത്ത് കൊടുത്തിരിക്കുന്ന പരാതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അൺട്രസ്റ്റ് വർത്തി എന്നുള്ള പേരാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഇതിപ്പോ ഈ ഒരു പ്രസ് മീറ്റ് വിളിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ ഹോള് ബുക്ക് ചെയ്യുന്നതിനാണ് എത്ര ത്രെട്ടനിങ് ഹോൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മതി. ഇവിടെ നമ്മൾ പറയുന്നല്ല, നിങ്ങൾ ഇവിടുത്തെ റിസപ്ഷനിൽ ചോദിച്ചാൽ മതി. ഒരു ടെലിഫോൺ ലാൻഡ് ഫോണിലേക്ക് വരുന്ന ഒരു കോളാണ്. ഇന്ന് ഇവിടെ ഈ ആഭ്യന്തര കുറ്റവാളിയുടെ പ്രസ് മീറ്റ് നടക്കുമ്പോൾ ഇഷ്യൂസ് ഉണ്ടാവും. എന്ത് ഇഷ്യൂ ഉണ്ടാവാൻ പോണെന്ന് എനിക്കറിയില്ല. അങ്ങനെ വരെ ഭീഷണി കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്.
ഏതാണ് ആയിരിക്കും അവര് തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. അവര് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഹൈക്കോടതിയുടെ ഒരു വിധി എന്ന് പറഞ്ഞാൽ ഫർണിഷിങ്, അത് എമൗണ്ട് കെട്ടിവെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവർക്ക് കൊടുക്കാനല്ല. അതിന് ഞാൻ റെഡിയാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സമയം എൻ്റെ അത് പോകും. എനിക്ക് ഒരു ഇമ്മീഡിയറ്റ് റിലീഫ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഞാൻ അത് പോയി മൂവ് ചെയ്തിട്ടുണ്ട്. 28-ാം തീയതി കേസിൽ പോകുന്നുണ്ട്. അനുകൂലമായിട്ട് തന്നെ വിധി വരും. കാരണം ഈ ജില്ലാ കോടതി എന്നുള്ളൊരു വിധി വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു വിധി വരാൻ ഒരു സാധ്യതയും എനിക്ക് തോന്നുന്നില്ല. എനിക്കത് ഇപ്പോഴും മനസ്സിലായി. ഡീറ്റെയിൽ ആയിട്ട് ജില്ലാ കോടതിയുടെ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് ഈ കേസ് എന്തുകൊണ്ട് ഡിസ്മിസ് ചെയ്യുന്നു എന്നുള്ളത്. ജില്ലാ കോടതിയുടെ കാര്യം നിങ്ങൾ പറയുന്നുണ്ട്. ഹൈക്കോടതി എന്തുകൊണ്ടാണ് അങ്ങനെ വിധിച്ചത്? അല്ല, അതിൽ നമുക്കൊരു ഉത്തരവില്ലാത്തതും അപ്പൊ അത് പറയണല്ലോ. ജില്ലാ കോടതി ഇന്നൊരു വിധി സമ്പാദിച്ചു, ഓക്കെ, ആ ജഡ്ജി കറക്റ്റ് ആണ് വിധി വന്നത്. അപ്പൊ ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ വിധി ശരിയല്ലേ? അല്ല, അങ്ങനെയല്ല പറഞ്ഞ അങ്ങനെയാണ് പറഞ്ഞത്. ജില്ലാ കോടതിയിലെ ജഡ്ജിയുടെ വിധി. ഒരു കാര്യം പറയണേ സുഹൃത്തെ, അതായത് ജില്ലാ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു കേസിന് ഇമ്മീഡിയറ്റ് റിലീഫ് കിട്ടില്ല. അതാണ് ഉദ്ദേശം. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അവർക്ക് ഏറ്റവും വേണ്ടതും ടൈം. ഞാനിപ്പോ അവക്കാലത്തിട്ട് അപ്പിയർ ചെയ്തു, ഒരു ടൈം മാറ്റിവെക്കും. ഈ മാറ്റിവെക്കും, കേസ് പോസ്റ്റ്പോൺ ചെയ്യും, സമയം തള്ളുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിന് എനിക്ക് എമർജൻസി റിലീഫ് ഞാൻ നോക്കുമ്പോൾ ഞാൻ കാശ് കൊടുക്കാനില്ല. എന്റെ പേരിൽ ഒരു പൂർണ്ണമായിട്ട് എനിക്ക് 100% നിങ്ങളെ അത് ഞാൻ ചലഞ്ച് ചെയ്യണം. ഈ പറയുന്ന ഇനിയിപ്പോ എനിക്ക് വിവേക് വിശ്വൻ മാത്രമല്ല, ഇത് വിവേക് വിശ്വനേക്കാൾ എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ഉസ്മാൻ എന്ന് പറയുന്ന ഒരാളാണ്. കാരണം അതിന്റെ കോൾ റെക്കോർഡ്സ് ഒരുപാട് എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഞാൻ ബിസിനസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നിടത്ത് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കോടതിയിൽ നിൽക്കുന്ന ഒരു കേസില് എന്റെ ആസിഫ് അലിയുടെയും ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഇവരോട് ചലഞ്ച് ചെയ്യണം. ഒരു പ്രൂഫ് ഞാൻ പേയ്മെന്റ് വാങ്ങിച്ചിട്ടുള്ളത് വളരെ വിഷമത്തിലാണ്. കാരണം എനിക്ക് ഫാമിലി ഉള്ളതാണ്. അല്ല, ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതിയിൽ കേസ് നടക്കുന്നു എന്ന് പറയുമ്പോഴും ഈ പറയുന്ന വിവേക് വിശ്വം പലതവണയായിട്ട് ലൈവില് വന്നിട്ട് ആസിഫിന്റെയും പ്രൊഡ്യൂസറുടെയും എന്റെയും പേരുകൾ വലിച്ചെടുക്കുകയുണ്ടായി. ഇന്നലെ ഞങ്ങൾ കണ്ട ഒരു ഇതാണ്, ഇവരുടെ ഫോട്ടോ വച്ച് പബ്ലിഷ് ചെയ്യുകയാണ്. അതൊരു കുറ്റം. ഞാനിപ്പോ ഒരു തെറ്റ് ചെയ്തു എന്ന് പ്രൂവ് ചെയ്താലോ? ഇത് ഒരു ബന്ധമില്ലാത്ത കാര്യത്തിനാണ് പെടുത്തുന്നത്. ഇപ്പൊ എല്ലാ രീതിക്കും ഒരാൾ ആലോചിക്കുക, ഒരാൾ സിനിമ ചെയ്യാൻ, ഞാൻ 10-20 വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ്. ഈ ആദ്യത്തെ ഈ ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുതിയ ആളാണ്, സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണെങ്കിൽ കൃത്യമായിട്ടും ആ 25 ലക്ഷമോ 50 ലക്ഷമോ കൊടുത്തിരിക്കും മേടിച്ചിട്ട്. ഇത് എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാനോട്ട് ഒരു ബന്ധമില്ല, ഇതിനൊരു ബന്ധമില്ല. ഇത് നഷ്ടങ്ങൾ എത്ര കോടിയുടെ നഷ്ടമാണ് ദൈവത്തിന് മാത്രം അറിയാം. എന്നാൽ ഇത്ര കോടിയുടെ നഷ്ടമാണ് ഈ സിനിമയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ആദ്യം എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി സിനിമ റിലീസ് ചെയ്യാൻ. എനിക്കെതിരെ ഈ എന്താ പറയാ ഇങ്ങനെ കംപ്ലൈന്റ് തന്ന അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുത്ത് എന്നെ ബുദ്ധിമുട്ടിച്ച അയാളെ ഞാൻ വിട്ടില്ല. കാരണം എനിക്ക് അയാൾക്കെതിരെ ഞാൻ ഇതിനകത്ത് തീർച്ചയായിട്ടും കേസിന് പോകും. പിന്നെ ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനി, അതിലെ അജീമേഡയിൽ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറും എനിക്ക് തോന്നുന്നൊരു 10-20 വർഷമായിട്ട് കുറെ പടങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. പുള്ളിയൊക്കെ ഇത്രയും ചതി ആരോടും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ല. എനിക്ക് സിനിമ അറിയാവുന്ന സിനിമകൾ ഉണ്ടായിരുന്ന ഇതുപോലെ ഡയറക്ഷൻ സൈഡിൽ നിന്ന് വന്ന ഒരാൾ തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഇതിനകത്ത് ഉണ്ട് എന്നെങ്കിൽ ഞാൻ ഈ ടൈറ്റിൽ ഉപയോഗിക്കില്ല. എനിക്ക് അത്ര പോലും ഇതിനെ കുറിച്ച് അറിവില്ല. ഈ ടൈറ്റില് അവര് സ്വമേധയാ അവര് ക്യാൻസൽ ചെയ്ത ടൈറ്റിൽ എനിക്ക് പുതിയ ഫിലിം ചേംബർ എനിക്ക് അനുവദിച്ചു തന്നതിന്റെ സർട്ടിഫിക്കറ്റ് വരെ എന്റെ പേരിലാണ്. അപ്പൊ എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് എന്താ തെളിവ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി വന്നൊരു കേസിലാണ് വീണ്ടും ഞാൻ ഇങ്ങനെ പോയി പെട്ട് എവരിത്തിങ് ഒരു സിംഗിൾ പൈസയുടെ ബിസിനസ് ഈ പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിനൊക്കെ കാരണം ആസിഫ് അലി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് 2 സിനിമകളിൽ ഉണ്ടായ ഒരു മാർക്കറ്റ് അത് ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ് എന്നെ ഇത്രയും വലിയ അറ്റാക്ക് എനിക്കെതിരെ ഉണ്ടായത്. കാരണം ഒരു ബന്ധമില്ല. ഞാൻ പറയാല്ലേ, അവരെന്തെങ്കിലും ഒരു പ്രൂഫായിട്ട് വരട്ടെ, നാളെ രാവിലെ ഞാൻ സെറ്റിൽമെന്റ് ചെയ്യാൻ തയ്യാറാണ്. അത് ഈസി ഫ്ലൈ എന്ന് പറയുന്നത് എനിക്ക് ടൈറ്റിൽ തന്ന കമ്പനിയാണ്. അല്ലാതെ സിനിമ അവരോട് ഒരു ബന്ധമില്ല. അവര് ഞാൻ പറഞ്ഞില്ല, ഒരു സേഫ്റ്റി പിന്നെ പോലും ഇവരെ ആരെയും കാശ് മാറ്റി ഞാൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ കാശ് കൊടുക്കും? കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇപ്പോഴും ഈ നിമിഷം കണ്ടിട്ടില്ല. താങ്കള് ലാസ്റ്റ് വന്ന ഒരു പ്രൊഡ്യൂസറാണ്, കൃത്യമാണ്. താങ്കൾ ലാസ്റ്റ് ഇതിനു മുമ്പ് ഈ വിഷയങ്ങളൊന്നും ഇങ്ങനെ പൈസ സംവിധാനം പറഞ്ഞ ഒരു പോയിന്റിലാട്ടാൻ പറയുന്നത് ഈ പൈസ ഇങ്ങനെ തന്നിരുന്നു, ഇവർക്ക് അഡ്വാൻസ് കൊടുത്തിരുന്നു, ആസിഫ് അലിക്ക് ഇവർക്ക് അഡ്വാൻസ് കൊടുത്തു എന്ന് പറഞ്ഞു. ആ പൈസ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. തൗഫീഖിനാണ് ഇവർ തിരിച്ചു കൊടുത്തത്. ആക്ച്വലി തൗഫീഖ് ഒരു ഇൻവെസ്റ്റർ മാത്രമാണ്.
തൗഫീഖ് ആ സിനിമയിൽ പറയും ബൂമറാങ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ പാർട്ട്നേഴ്സ് ആണ് തൗഫീഖും അജീമേടയും. ആ കമ്പനിക്ക് തന്നെയാണ് ഈ പറയുന്ന എമൗണ്ട് ഞങ്ങൾ തിരിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് കമ്പനി അക്കൗണ്ടിൽ നിന്നാണ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് അഡ്വാൻസ് വന്നത്. അപ്പം ആ അഡ്വാൻസിലേക്ക് തന്നെയാണ് ഞങ്ങൾക്ക് തിരിച്ചിട്ടേണ്ടത്. നിങ്ങൾ തിരിച്ചിട്ടത് ഈ സംഭവമൊക്കെ ഈ രണ്ടാമത് വന്ന പ്രൊഡ്യൂസറിന് അറിയില്ല. ഈ സംഭവം പറഞ്ഞില്ലേ? ഇവർക്ക് അറിയില്ല. ഈ വിവേക് ഇദ്ദേഹത്തിന് അറിയില്ല. വിവേകും ഞാനൊരു കാര്യം പറഞ്ഞു. അടുത്ത കാര്യം പറഞ്ഞു. വിവേകും ഈ തൗഫീഖും അജീമയുമായിട്ട് സംസാരിച്ച് ആഭ്യന്തര കുറ്റവാളി തുടങ്ങാൻ പോകുന്നു. അത് ഇദ്ദേഹം തന്നെയാണ് ഡയറക്ടർ. വേറെ ആരല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന് അവരറിയാമോ? അവരറിയാമോ? അറിയാവോ? അല്ല, ഒരു കാര്യം സുഹൃത്തെ, ഞാൻ പറയുന്നത് കേൾക്കൂ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറപ്പായിട്ടും ഉത്തരവാണ് ഞാൻ പറയുന്നത്. അല്ലല്ല, ഉറപ്പായിട്ടും നമ്മള് എക്സ്പെക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അല്ല, അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. തങ്ങളുടെ അടുത്ത് തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് അറിയാവുന്നതുകൊണ്ട് രേഖകൾ വെച്ച് സംസാരിക്കുന്നു. ഞാൻ രേഖകൾ വെച്ചാണ് നിങ്ങള് നിങ്ങളോട് ആവശ്യമില്ല. അവിടെ വന്നിരുന്നാൽ എന്നെ ക്ഷണിച്ചിട്ടാണോ ഒന്നാണ്. ഞങ്ങൾ ഞാൻ എന്റെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് അറിയാമായിരുന്നല്ലോ. അല്ല, ഞാൻ പറയട്ടെ ഈ സിനിമയും ഈ പറയുന്ന ഈസി ഫ്ലൈ പ്രൊഡക്ഷൻസും തമ്മിൽ ഒരു 3 മാസത്തെ ബന്ധം മാത്രമാണ് ഉള്ളത്. അതായത് ജിത്ത് ബെൽപ്പനംകോട് കൺട്രോളറാണ്. നീ അവിടെയല്ല പത്രസമ്മേളനം എടുക്കാൻ വന്നു, അവിടെ ഷൂട്ട് ചെയ്തു. പ്രതീക്ഷ ഇവിടെ ഉണ്ടോ? അല്ല, അവൻ ഓൺലൈനിലുള്ളതാണോ വന്ന പയ്യൻ? അതെല്ലോ, ഓൺലൈനിൽ വന്നവരാണ് ആ പയ്യൻ. എനിക്കൊന്നും അറിയണം. ഈ പ്രശ്നില് ഇത്രയും ആൾക്കാർ ക്യാമറ ഉപയോഗിക്കില്ല. ഓൺലൈനിൽ വന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കാരെയും എന്തിനാണ് അങ്ങനെ പേശ് ചെയ്തപ്പോ ആര് നിങ്ങൾ കൊണ്ടുവന്നാണെന്ന് എനിക്കറിയാം. ഞാനിങ്ങനെ കൊണ്ടുവരണ്ട. ഞാൻ ഇവരെല്ലാം വിളിച്ചു വരുന്നത്. അപ്പം എനിക്ക് ഈ സിനിമ ആസിഫിന്റെ ഡേറ്റ് ഉണ്ടായിരുന്ന കാലത്ത് ജിത്ത് ബെൽപ്പനംകോട് എന്ന് പറയുന്ന കൺട്രോളറാണ് ഈ പറയുന്ന അജീമേടയിനെ തൗഫീഖിനെ കൊണ്ടുവരുന്നത്. ഈ സിനിമയുടെ എഗ്രിമെന്റ് ഒപ്പിട്ടപ്പോഴോ അതിനോട് അങ്ങോട്ട് മാറുമ്പോഴോ ഈ പറയുന്ന 2 പേരല്ലാതെ ഈ പറയുന്ന 3ാമത്തെ ആള് വന്നിട്ടില്ല ലൈനില്. ഇയാള് മുതല് ഉണ്ടോ എന്നുള്ളതാണ് പിന്നെ അറിഞ്ഞു തുടങ്ങിയത് ഇപ്പം. അതായത് ഈ ചതി നിങ്ങൾ പറയുന്ന ഈ സെയിം സാധനം തന്നെ ഞാൻ ചോദിക്കട്ടെ. ഈ 2022 അങ്ങനെയാണെങ്കിൽ ബൂമറാങ് എന്ന് പറയുന്ന പടത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് ഈ വിശ്വം. 2022 മുതൽ കാശ് റീപേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ 1.5 കോടി ഇപ്പോഴും അവന് ക്ലെയിം ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തായിരിക്കണം? റീപേ ചെയ്യരുത്, അല്ലെ? റീപേ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ റീപേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എമൗണ്ടിന്റെ ഇപ്പോഴും അയാൾ ക്ലെയിം ചെയ്യുന്നത് 1,55,00,000 തന്നെയാണ്. അതില് കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 32.5 ലക്ഷം രൂപ തൗഫീഖ് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോഴും അയാൾക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും? 2024 എനിക്ക് ഈ അജിമയുടെ തൗഫീഖ് അഡ്വാൻസ് തരുന്നത്. ആ പടത്തിൽ ഇയാളുടെ കാശ് കൊണ്ടാണെന്ന് ഇയാൾ കുറെ കാലമായിട്ട് ഈ വിവേക് വിശ്വം എന്ന് പറഞ്ഞ ആള് മറ്റേ ലൈവില് വന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ 1.5 കോടി കൊണ്ടാണ് ആസിഫിനും ഡയറക്ടർക്കുമുള്ള അഡ്വാൻസ് കൊടുത്തതെന്ന്. എന്റെ അറിവില് എനിക്ക് തന്ന എമൗണ്ടും ആസിഫിന് തന്ന എമൗണ്ടും പ്രീ പ്രൊഡക്ഷനും ഒക്കെ കൂടെ കൂടി 42 ലക്ഷം രൂപയ്ക്ക് അടുത്തേ വന്നിട്ടുള്ളൂ. പിന്നെ എന്തിനാണ് ഈ 1.5 കോടി? അയാൾ എന്നെ പറയണു, ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു. ഈ 1.5 കോടിക്ക് വേണ്ടിയിട്ട് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമയുടെ സാറ്റലൈറ്റ്, OTT, തിയേറ്റർ ഡിസ്ട്രിബ്യൂഷൻ, ഇന്റർനെറ്റിൽ നിന്ന് വരുന്ന വരുമാനം ഇത് മുഴുവൻ എനിക്ക് എന്റെ പേരിലേക്ക് തന്നേക്കുവാണ്. സുഹൃത്തെ, ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. 8 കോടി രൂപ മുടക്കി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പ്രൊഡ്യൂസറുടെ വരുമാനം ഏതാണ്? ഈ പറയുന്ന OTTയും സാറ്റലൈറ്റും തിയേറ്ററും തന്നെയാണ്, അല്ലെ? അപ്പം ഇയാൾ പറയുന്നു ഈ 1.5 കോടിക്ക് ഇത് മുഴുവൻ എഴുതി വാങ്ങിച്ച് ഇയാളുടെ നിഷ്ഠിതാണെന്ന് പറയുമ്പം അങ്ങനെ ഒരാളെ ഞാൻ എന്തിനു വിശ്വസിക്കണം? ഹൈക്കോടതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഹൈക്കോടതിയിലല്ല, നിങ്ങൾ എടുത്തു വെച്ച അയാൾ ലൈവിൽ വന്ന വീഡിയോസ് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഹൈക്കോടതിയില് ജഡ്ജ്മെന്റിൽ ഈ ജഡ്ജ്മെന്റിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ജഡ്ജ്മെന്റിലാക്കാൻ ചോദിച്ചു. അല്ല, ഹൈക്കോടതിയിൽ സ്റ്റേ വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഇത് എഴുതി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആ പൈസ കോടതിയിൽ കെട്ടിവെച്ചതിന് ശേഷം റിലീസ് ചെയ്യാവുന്ന ഹൈക്കോടതി ഓർഡർ വന്നതെന്ന് എന്റെ അറിവട്ടോ. ഓക്കെ, എന്റെ അറിവാണ് ഞാൻ പറഞ്ഞു. ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിന്റെ കോപ്പി നിങ്ങളേലും കാണുമല്ലോ, അതിൽ അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദ്യം. അങ്ങനെയല്ല, തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് ഈ എമൗണ്ട് അവിടെ വയ്ക്കണം, എന്നിട്ട് റിലീസ് ചെയ്തോളാനാണ് പറഞ്ഞത്. അയാൾക്ക് കൊടുക്കാനല്ല പറഞ്ഞത്. ഹൈക്കോടതി കെട്ടിവെക്കണമെന്നോ? ഹൈക്കോടതി കെട്ടിവെക്കണം, അല്ലെ? ഹൈക്കോടതി കെട്ടിവെക്കണം. അതെ, അത് അറിയാലോ. ഒരു ബോണ്ട് എന്നുള്ള രീതിയിലായിരിക്കും ഹൈക്കോടതി അത് പറഞ്ഞിരിക്കുന്നത്.
കാശ് കെട്ടി വെക്കുക മാത്രമല്ല, ഇത് ബോണ്ട് വെക്കാം. എന്നോടല്ല പറഞ്ഞിരിക്കുന്നത്, ഈസി ഫ്ലൈയോട്. അതെ നിങ്ങളോടല്ല. റിലീസ് ചെയ്യണമെങ്കിൽ നിങ്ങളോടല്ല. അതെ, ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനി ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ഒരു ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരു സിനിമ ഉണ്ടാവില്ല. ആ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അവര് ഈ 2 പാർട്ട്നേഴ്സും ചേർന്ന് ഫിലിം ചേംബറിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് അത് ക്യാൻസൽ ചെയ്യും. ആദ്യം ക്യാൻസൽ ചെയ്തതിനു ശേഷം പുതിയതായിട്ട് എനിക്ക് അനുവദിച്ചു തന്നാണ് ഈ ആഭ്യന്തര കുറ്റവാളി എന്നുള്ള ടൈറ്റിൽ. ആക്ച്വലി ആ എഗ്രിമെന്റ് ഞാനിവിടെ പെട്ടത് സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈറ്റിൽ കൊണ്ട് മാത്രം പെട്ടതാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഒരു ബന്ധവുമില്ല. കാരണം ഞാനിപ്പോഴും പറയുന്നത് ഇപ്പോ കോടതിയുടെ ആദ്യത്തെ ഫൈൻഡിങ്സ് വെച്ചിട്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോടതി ആദ്യത്തെ കണ്ടെത്തൽ ഈ 1,55,00,000 രൂപ വാങ്ങിച്ചിരിക്കുന്നത് ഈ പടത്തിന് വേണ്ടിയിട്ടല്ല. അങ്ങനെയാണ് അവർ ഒരേ എമൗണ്ട് വെച്ചിട്ട് 3 കേസാണ് അയാളുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു ഫൈനാൻസ് ഇടപാട്, ലീഗൽ ഇടപാട് നടക്കുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. ചിലപ്പോൾ അതിനകത്ത് സെക്യൂരിറ്റി ആയിട്ട് ചെക്ക് കൊടുക്കും. ആ ചെക്ക് ഉപയോഗിച്ച് വിവേക് വിശ്വം എന്ന് പറയുന്ന ആള് ഈ പറയുന്ന ആളുടെ പേരിൽ 8 ചെക്ക് കേസ് നിലവിലുണ്ട്. ആ ചെക്ക് കേസ് നിൽക്കുമ്പോഴും ഞാൻ പേഴ്സണലി അയാളെ വിളിച്ചു വരുത്തി കാണുന്നത് ഡിസംബറിലാണ് ഇതിന്റെ ആദ്യത്തെ വെക്കേഷൻ കോടതി കൊണ്ട് ഒരു സ്റ്റേ വാങ്ങിച്ചു. നമ്മൾ കോടതി ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ ജനുവരി 16-ാം തീയതി എന്നാണ് നമുക്ക് ഓർഡർ കിട്ടുന്നത്, നമുക്ക് അനുകൂലമായിട്ട് ഓർഡർ കിട്ടുന്നത്. അതിനുശേഷം ആ ആദ്യത്തെ സ്റ്റേ വരുമ്പോഴാണ് ഞാൻ ഈ തൗഫീഖ് എന്ന് പറയുന്നത്, എന്റെ ലൈഫിൽ തൗഫീഖ് എന്ന് പറയുന്ന ആളിനെ ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ ഈ ജനുവരി 3-ാം തീയതി 2 ദിവസം മുമ്പ്. ഈ 2 ദിവസം മുമ്പ് വന്ന പുള്ളി എന്നോട് പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനകത്ത് അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അവൻ 25 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് ഇതുവരെ, അയാൾ പറയുന്നത് അയാൾ 65 lakhs 32 ലക്ഷം രൂപ ബാങ്ക് ത്രൂവും കൊടുത്തിട്ടുണ്ട്, 30 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് അയാൾക്ക് കൊടുത്തിട്ടുണ്ട്, അതിനൊരു പ്രൂഫും ഇല്ല. അപ്പോ ആ പ്രൂഫ് എനിക്ക് തരികയും എന്റെ ചെക്ക് കേസ് പിൻവലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ സിനിമയ്ക്ക് ഞാൻ നിങ്ങളുമായിട്ടുള്ള ഈ പുതിയൊരു എഗ്രിമെന്റ് തരാൻ തയ്യാറാണെന്ന് പറയുന്നത്. പക്ഷെ അതേ വിവേക് വിശ്വം അയാളോട് പറയുന്നത് അപ്പോഴും ഞാൻ സിനിമ വിടില്ല, സിനിമ നൈസാം സലാം തരണം 25 lakhs. അത് എന്തിനാ അടിസ്ഥാനത്തിലാണെന്ന് അത് പ്രൂവ് ചെയ്യാനാണ് ഞാൻ വിവേകിനെ ചലഞ്ച് ചെയ്യുന്നത്. കാരണം എന്റെ കമ്പനി ഈസി ഫ്ലൈന്ന്, അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് ഈസി ഫ്ലൈ അവരുടെ കയ്യിൽ നിന്ന് 1,55 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഈസി ഫ്ലൈയെങ്കിലും എനിക്ക് കാശ് തരണം, ഈസി ഫ്ലൈയെങ്കിലും നൈസാം സലാം പ്രൊഡക്ഷൻ 1 രൂപ തരണം. അതുപോലും ഇല്ല, അങ്ങനെ പോലും ഇല്ല. പിന്നെ ഇത് എങ്ങനെയാണ് എനിക്ക് ഞാൻ പറഞ്ഞത് ഹൈക്കോടതി അവിടെ പെട്ടത് താങ്കളാണ്. അതാണ് പറഞ്ഞത്. അറിയാവുന്ന നിങ്ങൾ ചോദിച്ചു ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു ഓർഡർ വരുമ്പോൾ ഞാൻ എന്തുകൊണ്ട് സുപ്രീം കോടതി പോയി എന്ന് പറയുന്നത്, എനിക്ക് സമയം കളയാനില്ല. കാരണം ഈ ഉദ്ദേശിക്കുന്നത് ഈ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാലോ, ഒരു ലീഗലി ഒരു കോടതിയിൽ ഒരു കേസ് പോയാൽ അതിന്റെ അത് ഫുൾ കംപ്ലീറ്റ് ആയി വരെ എത്ര വർഷങ്ങൾ എടുക്കുമെന്ന് അറിയാം. ആർക്കാ നഷ്ടം? എനിക്ക് മാത്രമാണ്. അപ്പൊ ഞാൻ ഇവര് ചോദിക്കുന്ന, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ചോദിക്കുന്ന എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഈ സിനിമ നന്നായാലും വീണ്ടും എനിക്കെതിരെ ഈ ആരോപണം വരാം. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? സ്വാഭാവികമായിട്ട് സുപ്രീം കോടതി പോവാന്നല്ലാതെ എന്റെ മുമ്പിൽ വേറെ മാർഗമില്ല. എനിക്ക് എന്റെ അറിവിലില്ല ഇങ്ങനെ ഒരു സിനിമ, മലയാളത്തിൽ നിന്ന് ഒരു സിനിമ പോയി സുപ്രീം കോടതിയിൽ പോയി ഇത്രയും ഗതികേട് ഒരു ആളിന് വരുമെന്നുള്ളത്. കാരണം ഇത്രയും കാശ് മുടക്കിയിട്ട് എത്ര ദിവസമായെന്നറിയും, എത്ര ഈ 7-ാം തീയതി നിരന്തരം എനിക്ക് ഇന്നലെ പോലും 50 ലക്ഷം രൂപ സിനിമ വിടാം. അത് പറയുമ്പോ ആസിഫ് അലിയുടെയും നൈസാം സലീമിന്റെയും ഫോട്ടോ വെച്ച് അപകീർത്തികരമായി പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഏത് രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്? ആസിഫ് അലിക്ക് എന്താണ് ഇതായിട്ട് ബന്ധം? ആസിഫ് അലി ഈ പടത്തിലെ ഹീറോ അല്ലേ? കാരണം എന്റെ ഫോട്ടോ വെച്ചിട്ട് ആര് കാണാനാണ് ബ്രദർ? അത് ആസിഫ് അലി ഇത് ഇന്നലെ ഇവര് 2 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഇട്ടൊരു സാധനമാണ്. അത് ഞാൻ കണ്ടിട്ടില്ല, എന്റെ അഡ്വക്കേറ്റ് ആണ് എന്നെ എടുത്ത് കാണിച്ചത്. ഇതാണ് സാധനം, എന്റെ ഫോട്ടോ വെച്ചിട്ട്. കാരണം ഞാൻ ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ല. സ്വാഭാവികമായിട്ട് ഞാനാണ് ഇവരിൽ നിന്ന് കാശ് വാങ്ങിച്ച് ഇവരെ ചീറ്റ് ചെയ്തെങ്കിൽ ഇങ്ങനൊരു ആരോപണമോ ഒരു മീഡിയയിലോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ചാനൽസിലൊക്കെ കൊടുക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല. അത് കോടതിയാണ് തെളിയിക്കേണ്ടത്. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്ന ഇതാണ്. അല്ല, നിങ്ങള് രഹസ്യമായിട്ടൊന്നല്ലോ ഷൂട്ട് ചെയ്തത്, പരസ്യമായിട്ടല്ലേ ഷൂട്ട് ചെയ്തത്. അപ്പൊ ആസിഫിക്കയുടെ ഒരു പടം, ഇപ്പൊ ഒരുപാട് പേർക്ക് നമുക്കൊക്കെ പടങ്ങളുണ്ട് ആസിഫിക്കായിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഒരു പടം വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങളെ ടോർച്ചർ ചെയ്യാൻ ശ്രമിക്കുക? സിനിമ വെച്ചിട്ടോ? അല്ല, ആ പടം വെച്ചിട്ട് ആസിഫിക്കായിട്ട് ഒരു പടം എടുത്തു എന്നുള്ള പേരിൽ എങ്ങനെയാണ് ടോർച്ചർ ചെയ്യാൻ സാധിക്കുക? നിങ്ങൾ പബ്ലിക്കായിട്ട് ഷൂട്ട് ചെയ്ത പടമാണ് അല്ലെ, അതെങ്ങനെയാ സാധിക്കുക? അതെങ്ങനെ നിങ്ങളെ ബാധിക്കാന്നുണ്ട്? അല്ലല്ല, പബ്ലിക്കായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന എന്താണ്? ഫ്രോഡ് അല്ലേ, ചീറ്റിംഗ് അല്ലേ?
ഇത് സിനിമയുടെ പ്രൊമോഷൻ അല്ലല്ലോ. ഞാൻ ഈ ഇന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാശ് വാങ്ങിച്ചു എന്ന് പറയും. ഈ സിനിമയുടെ അവകാശി ആരാണ്? ഞാനാണ്. ഫിലിം ചേംബറിലായിക്കോട്ടെ എല്ലാ രേഖകളിലും സെൻസർ സർട്ടിഫിക്കറ്റ് വരെ എന്റെ പേരിലാണ്. ഇനി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കേരള ഫിലിം ചേംബറും കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരാളുടെ കംപ്ലൈന്റ് വരുമ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ ഒരാൾ ഒരു ഫിനാൻഷ്യലി ഇങ്ങനെയുള്ള ഒരു ഇടപാട് വരുമ്പോൾ അസോസിയേഷൻ രേഖാമൂലം അവർ NOC തരാറില്ല. എനിക്ക് അസോസിയേഷൻ എനിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റി ഞാൻ ഇതിനകത്ത് ഹെൽപ്ലെസ് ആണ്, നിരപരാധിയാണ്. ആദ്യത്തെ ഓർഡർ എനിക്ക് കൊടുത്തു. അസോസിയേഷനിൽ നിന്ന് NOC ഉണ്ടെങ്കിൽ മാത്രമേ പടം സെൻസർ ചെയ്യാൻ പറ്റൂ. ഈ സെൻസർ സർട്ടിഫിക്കറ്റ് വരെ എന്റെ പേരിലാണ്. ഈ സിനിമയ്ക്ക് ഞാൻ പറയുന്നില്ല ഒരു അവകാശികളും ഇല്ല. ആരെയും ഞാൻ കാശ് മേടിച്ചിട്ടില്ല. ഞാനിപ്പോ ഈ വിവേക് വിഷൻ എന്ന് പറയുന്ന ആളോ അല്ലെങ്കിൽ ആരാണോ ഈ ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനിയോ ആരെങ്കിലും പ്രൂവ് ചെയ്യട്ടെ. ഇത് ഞാൻ പറഞ്ഞില്ലേ ബ്രദർ, ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനെ തള്ളുക. എന്റെ ഏറ്റവും നല്ലൊരു ഡേറ്റ് ആയിരുന്നു 17 എന്ന് പറയുന്നത്. ആ ദിവസം പടം ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല. ഓൾ കേരള എന്നല്ല, വേൾഡ് ഫുള്ള് പരസ്യം ചെയ്തു. GCCയിൽ വരെ റിലീസ് ചെയ്തു. ഈ പടത്തിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ബുക്ക് മൈ ഷോയില് ഷേണൈസ്, ട്രിവാൻഡ്രം എല്ലാം പല സ്ഥലത്തും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഒരു ഗതികളൊന്നും ആലോചിക്കണം. ഒരു കാശ് മേടിക്കാത്ത ഒരാൾ ഇതിനകത്ത് ഒരു വിധത്തിലും ബന്ധപ്പെടാത്ത, ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ എന്റെ സിനിമയെ വന്ന് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ഇപ്പൊ ഈ സിനിമയിൽ ഏറ്റവും അവസാനം വന്ന ആളാണ്. അല്ല, ഈ സിനിമയിൽ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ആ സിനിമയിലെ തുടക്കത്തില് ഈ സിനിമ ടൈറ്റിൽ രജിസ്ട്രേഷൻ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അതെ, അല്ല അവസാനം വന്ന ആളാണ്. അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരാളാണ് സംവിധായകൻ അല്ലെ. അപ്പൊ ഇവരായിട്ടുള്ള ഡീലിംഗിൽ ആദ്യത്തെ ഡീലിംഗ് ഒക്കെ വരുന്നത് നിങ്ങളായിട്ടാണ് അല്ലെ. അപ്പൊ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഇദ്ദേഹം ഏറ്റവും അവസാനം നിങ്ങളുടെ ആ സിനിമയിൽ ഒന്ന് കൈപിടിച്ച് ഉയർത്തിയ ഒരാളെന്നുള്ള രീതിയിൽ പരിഗണിക്കാം. അപ്പൊ നിങ്ങളുടെ ഇടയിലുള്ള ഡീലിംഗിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു? എന്റെ ഇടയിലെ ഡീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ഫ്ലൈ പ്രൊഡക്ഷനുമായിട്ടായിരുന്നു. ഈസി ഫ്ലൈയുടെ അജിമേടയിലും തൗഫീഖുമായിട്ടായിരുന്നു. അവരെ എനിക്ക് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സിനിമയുടെ തന്നെ കൺട്രോളറായിട്ടുള്ള ചിന്തു പരപ്പനോടായിരുന്നു. അവർ അഡ്വാൻസ് തന്നു. ആ പടം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പ്രീ പ്രൊഡക്ഷൻ തുടങ്ങി എന്ന് പറയുന്നിടത്ത് 3 മാസത്തിനുള്ളിൽ എനിക്ക് മനസ്സിലായി ഇവര് തമ്മിൽ പാർട്ട്നേഴ്സ് തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അവര് പറഞ്ഞു അവരെ കൊണ്ട് ഇത് പുള്ളപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഫെഫ്റ്റയിൽ പോയത്. അല്ല, അപ്പൊ 3 മാസത്തെ ചെലവാണ് ഈ പറയുന്ന 1.55 കോടി. അതാണ് ചോദിക്കേണ്ടത്. അവൻ പറയുന്നത് 1 കോടി പോയിന്റ്. ഈ പടത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചാലും, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പോയാലും, ഡയറക്ടേഴ്സ് അസോസിയേഷനിൽ പോയാലും, ഇത് ഞാൻ ഒരു ദിവസം ഒളിച്ചുകൊണ്ടൊന്ന് മറച്ചു വിറ്റ പടമല്ല. ഇത് ആദ്യം ഞാനാണ് ഡയറക്ടേഴ്സ് അസോസിയേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നത് റിട്ടേൺ മെയിലില്. അതായത് ഇതുപോലെ 3 മാസമായിട്ട് പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇവരുടെ കയ്യിൽ ഫണ്ട് ഇല്ല മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. പുള്ളി ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഈ സിനിമ ഒളിച്ചു വെച്ച് ഷൂട്ട് ചെയ്തതല്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫസ്റ്റ് ലുക്ക് വിടും. ഷൂട്ടിംഗ് ഡേറ്റ് ഈ ഡേറ്റിലൊന്നും എന്നെ വിളിച്ചുകൂടെ, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇങ്ങനൊരു. അപ്പൊ എന്നെ മനഃപൂർവ്വം പൊരുത്തപ്പെടട്ടെ, ഏറ്റവും എൻഡിൽ വന്ന് റിലീസ് ഡേക്ക് മുമ്പ് വന്ന് ഇത് പറയണമെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിച്ചത്? അപ്പൊ നിങ്ങൾക്ക് ത്രെറ്റനിങ് കോൾ വന്നെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാനിപ്പോ കുറച്ചു മുമ്പ് റിസപ്ഷനിൽ പോയി അന്വേഷിച്ചായിരുന്നു അങ്ങനെ ഒരു കോൾ വന്നിരുന്നോന്ന്. റിസപ്ഷനിൽ അങ്ങനെ ഒരു കോൾ വന്നില്ലെന്നാണ് അവർ പറയുന്നത്. പ്രതീഷ് ബ്രോ, ആ ലേഡി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അദ്ദേഹത്തിന്. അവരാണ് അത് അറ്റൻഡ് ചെയ്തത്, അവരാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞാൻ ഈ ചോദിച്ച സുഹൃത്തിനോട് നേരത്തെ പറഞ്ഞിരുന്നു, ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ബുക്ക് ചെയ്തത് ഞാനാണ് വിളിച്ച് പറഞ്ഞത്. നൈസാം സലാം പ്രൊഡക്ഷന്റെ ബാനറിലാണ് ബുക്ക് ചെയ്തത്. ഈ ഹോട്ടലിൽ ത്രെറ്റനിങ് കോളായിട്ട് വന്നു. അതിന് റെക്കോർഡിംഗ് അവരുടെ കയ്യിലുണ്ട്. ഒഫീഷ്യൽ മെയിലായിട്ട് വന്നു. ഒപ്പം പല ചാനലുകളെയും വിളിച്ച് അങ്ങോട്ട് പറഞ്ഞു ഇതെടുക്കരുത്, ഹൈക്കോടതിയിൽ സ്റ്റേ ഉള്ള സംഭവമാണെന്ന്. ഞാൻ പ്രൂഫുണ്ട്. ഇവിടെ ക്രൗൺ പ്ലാസയിൽ റെക്കോർഡിംഗ് ഉണ്ട്. അഞ്ജു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അഞ്ജുയുടെ കയ്യിൽ റെക്കോർഡിംഗ് ഉണ്ട്. ഒഫീഷ്യൽ ഇമെയില് ക്രൗൺ പ്ലാസയിൽ വന്നു നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അയാളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസ്തുത ഈ ഓഫീസ് ഇവിടെ തന്നെ ക്രൗൺ പ്ലാസയിലെ ഒരു വ്യക്തി തന്നെ നമ്മളോട് പറയുകയും ചെയ്തു. അതിൽ കൂടുതൽ എന്താണ് ഞാൻ നേരിട്ട് കണ്ടാണ്, എന്നെ കാണിച്ചതാണ്. ആ മെയിലിന്റെ കോപ്പി ഒന്നും കിട്ടുമോ? അങ്ങനെ ആദ്യം എനിക്കറിയില്ല. ആദ്യം ഇത് ഞാനിവിടെ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെന്നെ വിളിച്ചു. ആദ്യം ക്രൗൺ പ്ലാസയിൽ വിളിച്ചു. ഇവിടുന്ന് നമ്പർ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ചു. ഞാൻ പുള്ളിയോട് കാര്യം പറഞ്ഞപ്പോൾ ഓക്കെ ഇതാണോ ഈ വിഷയം, ഓക്കെ നടത്തിക്കോളാം. അതിനുശേഷമാണ് പുള്ളി ഡയറക്റ്റ് ഇവിടെ മെയിൽ അയക്കുകയും ഇവിടെ വിളിക്കുകയൊക്കെ ചെയ്തു. ഈ വിവേക് വിശ്വത്തിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ നാട്ടിലെ കോടതി സിസ്റ്റം ഒക്കെ ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എന്ന നിലയിലാണ് നിങ്ങളിപ്പോ പ്രവർത്തിക്കുന്നതെന്നും ഇപ്പോ ഇതിന്റെ പ്രൊമോഷൻ അടക്കം കോടതി ഇങ്ങനെ സ്റ്റേ ചെയ്ത പശ്ചാത്തലത്തിൽ നിങ്ങൾ നടത്തുന്നത്
കോടതി അലക്ഷ്യമായിട്ട് കൂട്ടും എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് റിലീസിങ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പ്രൊമോഷന്റെ കാര്യം ഒന്നും പറഞ്ഞു. പ്രൊമോഷൻ ഒന്ന് നമ്മളിപ്പോ ഒരു അതിനകത്ത് അങ്ങനെ എടുത്ത് മെൻഷൻ ചെയ്യുന്നത് ചെയ്യില്ല, തീർച്ചയായും ഒരിക്കലും ചെയ്യില്ല. അത് ആ എമൗണ്ട് ഫർണിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ വെച്ച ചോദ്യത്തിന് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്തില്ല. കാരണം ആ 3 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സാലറി ഇനത്തിൽ കിട്ടിയ തുകയാണ് തിരിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു. 3 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ കാശുമാണ് തിരിച്ചു കൊടുത്തത്. അപ്പോ അതിൽ പറയുന്ന എമൗണ്ട് പെടുവോ? ഇല്ല, അതാണ് സുഹൃത്തെ ഈ 1.5 കോടി എന്ന് പറയുന്ന സാധനം ഇപ്പം കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് തൗഫീഖ് എന്ന് പറഞ്ഞ ആളുമായിട്ട് 2020 മുതലുള്ള അലിഗേഷനാണ്. ഇതേ 1.5 കോടിയുടെ പേരിൽ ട്രിവാൻഡ്രം ഡിവൈഎസ്പിയുടെ എടുത്തൊരു പരാതി ഇരിക്കുമ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ വേറൊരു പരാതി ഇരിക്കും. ഇത് കോടതിക്ക് മനസ്സിലായപ്പോഴല്ലേ ഇത് റിജക്ട് ചെയ്യുന്നത്. ഇത് ജില്ലാ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ട് അവർ എഴുതിയ ഓർഡറിനകത്ത് അതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ കോപ്പി നിങ്ങൾക്ക് ആർക്ക് വേണോ തരാം, കാരണം അത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ, ജില്ലാ കോടതി റിജക്ട് ചെയ്ത ഹൈക്കോടതി പിന്നെ സ്റ്റേ ചെയ്തല്ലോ, അവിടെയാണല്ലോ പോയിന്റ്. അത് നമ്മൾ നോക്കണമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, വേറെ ഒരു കാര്യം ചോദിച്ചത്, ഈ സിനിമ ഷൂട്ടിംഗ് ഉടനെ ഡേറ്റിലായിരുന്നു. ഇത് ഓഗസ്റ്റ് 5. ഏത് മാസം? 2020. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവേക് താങ്കളെ സമീപിച്ചിരുന്നു. ഈ വിഷയം ഒരു മിനിറ്റ് വിഷയമാണ്. 2023 നവംബർ 18-ാം തീയതി താങ്കളെയും ഇതിന്റെ പ്രൊഡക്ഷൻ കമ്പനിയെ സമീപിക്കും. താങ്കൾക്ക് വാട്സാപ്പിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, തൗഫീഖിന് ഞങ്ങൾ 1,55,00,000 കൊടുത്തിട്ടുണ്ട്, താങ്കൾക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സമയത്ത് താങ്കൾ ഈ പ്രൊഡ്യൂസറോട് പറയണ്ടേ? ഈ പറയുന്ന എനിക്ക് 4 ആസിഫിന് ഇത്രയാണ് എമൗണ്ട് ടോട്ടല്. ഇത് എല്ലാം കൂടെ കൂടിയിട്ട് നൈസാമൊക്കെ കൊടുത്തത് 50 ലക്ഷം രൂപയാണ്. ഇത് എനിക്ക് ബോധ്യമുള്ളപ്പം എന്റെ പടത്തിനെതിരെ ഒരുത്തൻ 1.5 കോടി എന്ന് പറഞ്ഞു വന്ന ഞാൻ എന്തിനു കേൾക്കണം? വിഷയങ്ങളുണ്ടെന്ന് നിങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആഭ്യന്തര കുറ്റവാളിക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചു, വന്ന് പറഞ്ഞാണ് നിങ്ങൾ വിശ്വസിച്ചാ വന്ന് പറഞ്ഞു. നിർമ്മാതാവിനെ നിങ്ങൾ അറിയിച്ചത് എന്റെ ഒരു ചോദ്യമുള്ളൂ. ഇതൊക്കെ 50 ലക്ഷം ഉള്ളെന്ന് വെച്ചു. 50 ലക്ഷം ഉള്ളൂ, അല്ലെങ്കിൽ 1 ലക്ഷം ഉള്ളൂ. നിങ്ങൾ നിർമ്മാതാവിനെ അറിയിച്ചോ? ഇത് അറിയിച്ചാലും അറിയിക്കുന്നതിന് അറിയിച്ചോ? ആദ്യം ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഒരു അലിഗേഷൻ ഉള്ളപ്പോൾ വ്യക്തിപരമായിട്ട് അയാൾക്ക് എന്നെ വിളിക്കാൻ അയാൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? എന്തിനാണ് ഈ പടത്തിന്റെ റിലീസ് വരെ കാത്തിരുന്നത്? അല്ല, 2003 നവംബർ 18-ാം തീയതി ഇദ്ദേഹത്തിന് സമയത്ത് ഇദ്ദേഹത്തിന് വാട്സാപ്പ് മെസ്സേജ് ആയിട്ടുണ്ട്, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നിങ്ങൾ അതിൽ ഇടപെടണമെന്ന് പറഞ്ഞ് നിങ്ങളത് അറിയിച്ചിട്ട് മോശമല്ലേ? നിങ്ങളെ ചതിക്കുകയൊക്കെയാണ്. സുഹൃത്തെ, ഇതിലൊരു കാര്യമുണ്ട്. അത് സത്യമല്ല എന്നറിയാവുന്ന എനിക്ക് എന്തിന് ഇയാളെ പേടിക്കണം? അപ്പൊ നിങ്ങൾ പറഞ്ഞ 50 ലക്ഷത്തോളം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അഡ്വാൻസ് വിഷയം ഉണ്ടെന്ന് അറിയിച്ചോ? ഹലോ, അതുകൊണ്ടാണ് നിർമ്മാതാവ് പാവം പൈസയായിട്ട് വരുന്നതാണ്. ഓരോ ഡയറക്ടറേയും ഓരോ സ്ക്രിപ്റ്റ് റൈറ്ററേയും വിശ്വസിക്കാൻ നിർമ്മാതാവ് വരുന്നത്. അപ്പൊ താങ്കൾക്കാണ് ഇതെല്ലാം അറിയാം, തുടക്കം മുതലുള്ള താങ്കളാണ്. താങ്കൾ നിർമ്മാതാവിന്റെ അടുത്ത് പറയണ്ടേ? ഈ നവംബർ 18 പറഞ്ഞിട്ടുണ്ട്. ഇല്ല, മെസ്സേജ് ചെയ്തിട്ടുണ്ട് താങ്കൾക്ക്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? താങ്കൾക്ക് പറയാൻ പറ്റുമോ? സുഹൃത്തെ, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതിന് തെറ്റുകാരനല്ലെങ്കിൽ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയണേ, ഇപ്പൊ ഹൈദരാലി എന്ന് പറഞ്ഞ ഒരാള് അല്ലല്ല തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. മെസ്സേജ് അയച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഒത്തിരി മെസ്സേജുകൾ പല രീതിയിൽ അയാൾ അയച്ചിട്ടുണ്ടാവും. തിരിച്ചു കൊടുത്തിട്ടുള്ള തൗഫീഖിന് അറിയാവുന്ന ആളാണല്ലോ അയാള്. താങ്കൾക്ക് തന്ന പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. തൗഫീഖിനല്ലോ, ഈസി ഫ്ലൈ പ്രൊഡക്ഷനാണ് ഒരു വ്യക്തികളല്ലേ? ആയിക്കോട്ടെ, രണ്ടും ഒരാളല്ലേ? കമ്പനിയുടെ പേര് പറയുന്നില്ല. തീർച്ചയായിട്ടും ഈ അജി മേഡൽ ആദ്യം പിന്നെ അജി മേഡൽ എന്തിനാണ് ഈ മൊഴി മാറ്റി കൊടുത്തത്? പാലാരോട്ടം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത് ഞങ്ങൾ പറ്റിക്കുകയായിരുന്നു പറഞ്ഞു. കൂടുതൽ ചോദ്യം ചോദിക്കുന്നതിന് ഇതൊന്നും വായിക്കുന്നത് നന്നായിരിക്കും. കാരണം എന്താ ഞാൻ പറഞ്ഞത്, സിമ്പിൾ ചോദ്യമുള്ളൂ എന്റെ. ഇത് പുള്ളി അറിഞ്ഞിട്ട് നിങ്ങൾ അറിയിച്ചോന്ന് മാത്രമേ ചോദിച്ചോളൂ. എന്റെ ചോദ്യം അത് മാത്രമല്ല. എനിക്കിതൊന്നും പുള്ളി അറിഞ്ഞിട്ട് പുള്ളിക്ക് മെസ്സേജ് താങ്കളെ അറിയിച്ചു. താങ്കൾ നിർമ്മാതാവ് പൈസയായിട്ട് സിനിമ ചെയ്യാൻ വരുന്ന ആളാണ്. താങ്കൾ അറിയണമല്ലോ. ഒറ്റ കാര്യമുള്ളൂ സുഹൃത്തെ, എന്റെ ഇതിനകത്ത് ഞാൻ ഒറ്റ കാര്യം ചിന്തിക്കുള്ളൂ. ഫോൾസ് ആയിട്ടുള്ള അലിഗേഷൻ പലതും വരും. ഞാനത് സത്യമാണെങ്കിൽ മാത്രം പേടിച്ചാൽ മതി. എന്റെ അറിവില് ഇതില്ല. വേറെ കാര്യം ഞാൻ ഹൈദരാലി എന്ന് പറഞ്ഞ ആളോട് ഒരു കാര്യം തിരിച്ചു വെച്ചോട്ടെ. സുഹൃത്തെ, ഞാൻ നിങ്ങളുടെ കൺസേൺ മനസ്സിലാക്കുന്നു. ഞാൻ താങ്കളോട് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 2020 കൊടുത്ത കാശിന് 22 മുതൽ റീപേ ചെയ്തുകൊണ്ടിരിക്കുന്നു കോടതി വരെ പറഞ്ഞ സ്ഥാനത്തില് 23 എനിക്ക് മെയിൽ അയച്ചുകൊണ്ടിരിക്കുവോ മെസ്സേജ് അയക്കുമ്പോ ഞാൻ എന്തിനു പേടിക്കണം?
നിങ്ങൾ പേടിക്കേണ്ട സുഹൃത്താണ്. നിർമ്മാതാവിന്റെ അടുത്ത് പൈസ പുള്ളിയല്ലേ. അല്ല, ഒപ്പേറ എന്ന് പറഞ്ഞൊരു പേര് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. എങ്ങനെ ഒപ്പേറയും ഉസ്മാനും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. അല്ല, അതാ പറഞ്ഞത്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് വാട്സാപ്പിൽ കിട്ടിയ ഒരു സാധനം തെളിവായിട്ട് നിങ്ങൾ പൊക്കി പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെളിവാണോ? അത് മാത്രം തെളിവല്ല. ഒരു കാര്യം ഇതില്ല, ഇതിന് പാസ്പോർട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, പാസ്പോർട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ടോ? എന്തിനാണ് ഈ 1.5 കോടി 50 ലക്ഷം മാത്രം ചെലവുള്ളതിന് 1.5 കോടി? അത് കേട്ടിട്ട് നിങ്ങൾക്ക് അതിനെ പറ്റി ചോദിക്കാനില്ല. നിങ്ങൾക്ക് അല്ല, ഇനി ഇത് അറിയിച്ചു എന്ന് ഇരിക്കട്ടെ. അല്ല, എന്ത് സംഭവിക്കണം അതിനകത്ത്? പുള്ളിയാണ് നിർമ്മാതാവ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞത് പുള്ളിയാണ് നിർമ്മാതാവ് ആണല്ലോ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഒന്നിച്ചു അതുകൊണ്ട് അതുകൊണ്ട് പുള്ളി അറിഞ്ഞു പറയട്ടെ. അല്ലെ നിങ്ങൾ അറിയിച്ചു എന്ന് പറയാം. നിങ്ങൾ ഇത് മാത്രം എന്താ തെളിവ്? ഇത് തെളിവുള്ളോണ്ടാ ചോദിച്ചത്. നിങ്ങൾക്ക് അയച്ച മെസ്സേജ് അതിൽ പറയുന്നുണ്ട്. ഈ പാവം നിർമ്മാതാവിനെ അറിയിക്കേണ്ടത് നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് തന്നെ ഇഷ്ടംപോലെ തെളിവുകൾ അയാൾ ഇറക്കിയിട്ടുണ്ട്. ഏതാണ് ഈ പറയുന്ന വീഡിയോയിൽ ലൈവ് വന്നിട്ട് ഇയാൾ പറഞ്ഞു ഈ 1.5 കോടിക്ക് സാറ്റലൈറ്റ് ഈ കേരളത്തിന്റെ പകുതി എഴുതുവാണെന്ന് പറഞ്ഞു. അല്ല, ഇത്രയും ഫ്രോഡ് കാണിക്കുന്ന ഒരാള് ബ്ലാക്ക്മെയിൽ ചെയ്യുവാണെന്ന് ഞങ്ങൾ ഇത്രയും തെളിവ് വെച്ച് നിരത്തുമ്പോഴും ആ കുറ്റവാളിയെ മഹത്വവൽക്കരിക്കാൻ താങ്കൾ എടുക്കുന്ന എഫേർട്ടിന്റെ കൈയിടിയല്ലോ. ഉറപ്പായിട്ടും എന്റെ പണി ഞാൻ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത കാര്യം താങ്കൾക്ക് മെസ്സേജ് ചെയ്ത കാര്യം ഇത്രയും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ചോദ്യം മാത്രമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിശ്ചിത താല്പര്യം അത് അംഗീകരിക്കാൻ പറ്റിയ അംഗീകരിക്കും. എന്നിട്ട് പറയാം താങ്കൾക്ക് മെസ്സേജ് ചെയ്ത് എന്റെ ചോദ്യം അത്ര മാത്രമാണ്. എന്റെ ചോദ്യം അത്ര തന്നെ. ഒറ്റ ചോദ്യം. എനിക്ക് ആ സിമ്പിൾ ചോദ്യം. താങ്കൾക്ക് മെസ്സേജ് നിങ്ങളുടെ വിഷയമുണ്ട് ചെയ്തു അറിയിച്ചോന്ന് ഞാൻ ചോദിച്ചോളൂ. ഞാൻ ചോദ്യത്തിനാണ് അതെന്താ പറയാത്തത്? നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ഒരു മെസ്സേജ് 50,000 രൂപ തിരിച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ പച്ചട്ട് കോടവരാന്ത എന്ന് പറയും അല്ലേ? ഞാനിതിന് പേടിക്കണം. നിർമ്മാതാവിന് വരെ നിങ്ങൾ പറ്റിക്കുന്നു. അത്രേ ഉള്ളൂ. ചോദ്യങ്ങൾ കൃത്യമായിട്ട് തന്നെ മറുപടി. ഒരു സുഹൃത്തെ, ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും തെളിവുകളും ഞാൻ നടത്തുമ്പോഴും ഈ ഒരു മെസ്സേജിന്റെ കാര്യത്തിലാണ് സംവിധായകനോട് ചോദിച്ചത്. നിങ്ങളുടെ സിനിമയിൽ ഇപ്പോ ആസിഫ് അലിയാണ് മെയിൻ നായകനായിട്ടുള്ളത്. ജഗദീഷ് ചേട്ടനടക്കം പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ ഈ ടീമിന്റെ മൊത്തം സപ്പോർട്ടും ഇപ്പൊ നിങ്ങൾക്കുണ്ടോ? കാരണം ഇപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മള് ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ ഉദ്ദേശിച്ചില്ല. അപ്പൊ ഇന്നലെ എന്നെ ഇതുപോലെ ഏതോ ഒരു ചാനലിൽ എന്നെ വിളിച്ചിട്ട് അവർ കുറെ കാര്യങ്ങൾ ചോദിച്ചു. അതായത് വിവേക് വിഷൻ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇത് മീഡിയയിൽ കൊടുക്കണം, ന്യൂസിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് ആ ഒരു ഒറ്റ കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ പ്രസ് മീറ്റ് വിളിച്ചത്. കാരണം എല്ലാവരും എന്നെ വിളിച്ചത് ചോദിക്കണമെന്നില്ല, എല്ലാ ചാനലുകളും വിളിക്കണമെന്നില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ ഫേസ്ബുക്കിലായിട്ട് ആസിഫും ഞാനും നമ്മൾ 3 പേരുമായിട്ട് വന്ന് ഫേസ്ബുക്കിൽ വന്ന് പറയാനിരുന്ന കാര്യമാണ് ഇന്ന് ഇത്രയും ഇവിടെ വിളിച്ച് ഇത്രയും ഇതായിട്ട് പറഞ്ഞു. പിന്നെ തീർച്ചയായിട്ടും ആസിഫ് വന്ന് പറയും എന്റെ സിനിമയിലുള്ള ഒരാളിനോടും എനിക്ക് ഒരു പ്രശ്നമില്ല. അതായത് എന്ത് ഫൈനാൻസ് സാമ്പത്തിക ഇടപാടായിക്കോട്ടെ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിക്കോട്ടെ ഒരാളുമായിട്ട് ഒരു പ്രശ്നമില്ല. ഞാൻ ഇതിനു മുമ്പും ബേസിൽ വെച്ച് പടം ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് എനിക്കൊരു പ്രശ്നങ്ങളില്ല, തർക്കങ്ങളില്ല, സാമ്പത്തിക പ്രശ്നങ്ങളില്ല. ശരി, അപ്പോ അവസാനമായിട്ട് ചോദിക്കട്ടെ, സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് നീതി കിട്ടും എന്ന് പ്രതീക്ഷയുണ്ടോ? എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് കയ്യിൽ നിന്ന് കുറെ കാശ് പോയി. ഇപ്പൊ എന്തായാലും ഇപ്പൊ കോടതി ചെലവിനായിട്ട് കാശ് പോകുന്നുണ്ട്. എങ്ങനെ പോയാലും ഈ പറഞ്ഞ റിസൾട്ട് വരുന്ന സമയത്ത് എന്തായാലും നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയ കാശിന് എന്തായാലും മൂല്യം ഉണ്ടാവണമല്ലോ. അപ്പം ഈ പറഞ്ഞ ഈ വിവേകിന്റെ കയ്യിൽ നിന്ന് അതിനുള്ള നിയമ നടപടി ഇപ്പൊ ത്രെറ്റനിങ് കോൾസ് വരുന്നു പറഞ്ഞു. തീർച്ചയായിട്ടും ആദ്യം ഈ വരുന്ന വീക്കില് സുപ്രീം കോടതിയിൽ നിന്ന് ഓർഡർ വന്ന് സിനിമ റിലീസ് ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത എന്റെ ഏറ്റവും അത്യാവശ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം വിവേക് ആയിക്കോട്ടെ ആരൊക്കെയാണോ ഇപ്പൊ ഈസി ഫ്ലൈയെ ഞാൻ വിടേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം എത്രയാണെങ്കിലും അത് തരാൻ അവർ ബാധ്യസ്ഥരാണ്. അതുപോലെ ഇതിന്റെ മെയിൻ്റെബിലിറ്റി ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു കംപ്ലൈന്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവരുടെ അടുത്ത് രേഖകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആ രേഖകൾ അവിടെ ഹാജരാക്കുന്നുണ്ട് കോടതിയിൽ. ഇതൊന്നും ചെയ്തിട്ടില്ല ഇന്ന് വരെ. അപ്പൊ ഇത് സുപ്രീം കോടതിയിലെ ഒരു മോഷൻ ഹിയറിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് പെട്ടെന്ന് ഇതുപോലെ ഒരുപാട് നാൾ നീണ്ടുപോകില്ല. അത് ചിലപ്പോൾ സിനിമ റിലീസ് ചെയ്യാനുള്ള അനുമതി തന്നാലും എനിക്ക് ബാക്കി കാര്യങ്ങൾ നമ്മൾ ട്രയൽ കോർട്ടിലായിരിക്കും ഇതൊക്കെ പ്രൂവ് ചെയ്യേണ്ടത്, മനസ്സിലായി. അപ്പൊ അതിലെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സുപ്രീം കോടതി പോയി ഇത്രയും ധൈര്യം
കാരണം എന്റെ സൈഡിൽ 100% എനിക്ക് ഉറപ്പുള്ളതാണ് പോയത്. ഒരിക്കലും നിങ്ങൾ പറയുന്ന കണക്ക് ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഒരു പാളിച്ചയോ ഒരു വീഴ്ചയോ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ ഇരിക്കില്ല, നിങ്ങൾ ആരും ഇവിടെ വരില്ല. ഞാൻ ഈ കാശ് കൊടുത്തിരിക്കും, മനസ്സിലായില്ലേ? ഇവർക്ക് ആ കാശ് കൊടുത്തിരിക്കും. പക്ഷെ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. പിന്നെ ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുന്നു, ഇതുപോലെ സമാനമായ ഈ ഉസ്മാൻ എന്ന് പറയുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല. അയാളാണ് എന്റെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും എന്തിനാ PRO പോലും വിളിക്കുന്നത്. എന്തിനാണ് 2 മാസം വരെ ഈ സിനിമ നീണ്ടുപോകും, നിങ്ങൾക്ക് നഷ്ടമല്ലേ, നിങ്ങൾ കാശ് കൊടുത്ത് സെറ്റ് ചെയ്യാൻ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കൊടുത്ത് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. എനിക്ക് ആ 25 ലക്ഷം രൂപയേക്കാൾ വലുതാണ് ഇനി ഒരാൾ പെടരുത്. എന്നെ പോലെ വരുന്ന ഒരാള് ഇതുപോലെ വന്ന് പെട്ടുപോകരുത്. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, സുപ്രീം കോടതി കേസ് നടത്താൻ അത്രയും ചെലവുണ്ട്. അത് ഞാൻ ശരി, എനിക്ക് ആദ്യം ഇതുപോലുള്ള ആൾക്കാർ ഇനി വരാൻ പാടില്ല. സ്വാഭാവികമായിട്ട് ഞാൻ ആ മീഡിയക്കെതിരെയും കേസ് കൊടുക്കും. കാരണം ഇവരുടെ സപ്പോർട്ടോടുകൂടി ഈ വിവേക് വിശ്വൻ എന്ന് പറയുന്ന ആളെ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? 7-ാം തീയതി ഈ ഓർഡർ കംപ്ലീറ്റ് മാധ്യമങ്ങൾക്ക് അയക്കുന്നു, എല്ലായിടത്തും അയക്കുന്നു. അപ്പൊ ചോദിച്ചു അയാൾ എന്നോട് പറഞ്ഞതാണ്, ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്, എന്റെ മോള് സത്യം ഉസ്മാനാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അയാൾക്ക്? അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ആ കേസ് കോംപ്രമൈസ് ആവാൻ അവര് തമ്മിലുള്ള ഡീല് കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് കിട്ടുന്ന പൈസ അവർക്ക് വീതം വെക്കലാണ്. അല്ലാതെ ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. അല്ല, ഇങ്ങനെ ഉസ്മാൻ എന്നൊരു വ്യക്തിയെ നിങ്ങൾ എടുത്ത് പറയുന്നത് അതിന് അദ്ദേഹത്തിനെതിരെ തെളിവുകളുണ്ടോ? ഒരു ഉസ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരു പേരെടുത്ത് പറഞ്ഞു എന്ന് പറയുന്നത് ഒരു ചിലപ്പോൾ ഒരു കമ്പനി ആയിരിക്കും അത്. അപ്പൊ ഒരു പേര് വന്നതിന്റെ പേരിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ? അല്ല, അതാണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളിൽ എത്ര മാധ്യമങ്ങളിൽ ആദ്യം ഈ പടത്തിന് ഒരു സ്റ്റേ വന്നപ്പോൾ നിങ്ങൾ കൊടുത്തു എന്ന് എനിക്കറിയില്ല, എത്ര പേര് ചെയ്തു എന്ന് എനിക്കറിയില്ല. ഞാൻ സ്വാഭാവികമായിട്ട് ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഒരു പ്രസ് മീറ്റ് ഒന്നും വിളിച്ചില്ല. കാരണം എന്തിനാണ് എന്റെ സിനിമ വെറുതെ ആവശ്യമില്ലാത്ത ഒരു ഇഷ്യൂലോട്ട് വീണ്ടും കൊണ്ടുപോകണം? ഞാനത് ഒഴിവാക്കി. ഇപ്പൊ എനിക്ക് നിവൃത്തിയില്ല, കാരണം എനിക്ക് വന്നേ പറ്റൂ. കാരണം ഇനി ഈ സിനിമ സത്യം പറഞ്ഞാൽ ഈ സിനിമ തിയേറ്ററിൽ വന്ന് ഇത് സക്സസ് ആവണം. എനിക്കിതിന്റെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന നല്ലൊരു സിനിമയാണ്, തീർച്ചയായിട്ടും സക്സസ് ആവും. അല്ല, ഇപ്പൊ അവർ ചോദിച്ചു അത് കേൾപ്പിക്കണം. വോയിസ് എന്റെ ഡിസ്ട്രിബ്യൂട്ടർക്ക് വോയിസ് അയച്ചിരിക്കുകയാണ്, നിങ്ങൾ അഡ്വാൻസ് എന്തെങ്കിലും പ്രൊഡ്യൂസർക്ക് കൊടുത്തിട്ടുണ്ടോ? കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഓഡിയോ എന്റെ അടുത്തുണ്ട്. ഈ ഉസ്മാൻ എന്ന് പറയുന്ന വ്യക്തി, പ്രതീഷ് എന്റെ PRO ഇവിടെ നിൽക്കുന്നുണ്ട്, PRO വിളിച്ചു. ഇത് ഞാൻ വെറുതെ കെട്ടിച്ചമച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിധത്തില് ലൈഫിൽ കണ്ടിട്ടില്ലാത്ത വ്യക്തികളാണ് ഇവരെല്ലാം. ഇവർക്ക് ഇത് എങ്ങനെ ഇങ്ങനെ ഇതിനെ മാഫിയ ഒരു ബ്ലാക്ക് മെയിലിംഗ് സെക്രട്ടറി എന്ന് തന്നെ ഞാൻ പറയും. കാരണം തീർച്ചയായിട്ടും എനിക്ക് അതേ പറയാൻ പറ്റും. എന്താണ് കഴിപ്പിക്കാൻ പാടും? എങ്ങനെ കേൾപ്പിക്കാം? വിവേക് വിശ്വൻ ഇനിയും പ്രസ് മീറ്റ് വിളിക്കും, എന്നെ ഭയപ്പെടുത്തുകയാണ്. എഗ്രിമെന്റിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇവര് തമ്മിൽ 2 പാർട്ട്നേഴ്സ് തമ്മിൽ അറിയാതെ ഒരു പാർട്ട്ണർ ബന്ധപ്പെടുന്ന എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുള്ള 2 പാർട്ട്നേഴ്സും ഒപ്പിടാത്ത ഒരു ഡോക്യുമെന്റ് വാല്യൂ ഇല്ല. ഈ 2 പാർട്ട്നേഴ്സ് ഒപ്പിട്ടിരിക്കുന്ന ഒരൊറ്റ ഡോക്യുമെന്റേ ഉള്ളൂ. ഈ അജീം മേഡയിലും തൗഫീഖ് ആറും ഒപ്പിട്ടിരിക്കുന്ന ഒരൊറ്റ ഇതേ ഉള്ളൂ. ഇത് എന്റെ ഒരു വിശ്വാസത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഫിലിം ചേംബറിൽ വിളിച്ചു വരുത്തിയാണ് ടൈറ്റിൽ എല്ലാം മാറിയത്. എന്റെ സാന്നിധ്യത്തിലല്ല, ഞാനിവിടെ ഇല്ല, ഞാൻ വെളിയിലായിരുന്ന സമയത്ത് എന്റെ ലീഗൽ അഡ്വൈസർ. കാരണം ഞാൻ അങ്ങനെയെങ്കിലും ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ കേസിൽ ഇപ്പൊ ഞാൻ പെട്ടേനെ. ഇതില് പ്രൊഡക്ഷൻ കൺട്രോളറുടെ പേര് പറയുണ്ടായി. അപ്പം അദ്ദേഹത്തിന്റെ എല്ലാ കഥകളും ആദ്യം മുതൽ അറിയാമായിരിക്കും. അദ്ദേഹം തന്നെയാണ് ഈ സിനിമ എൻഡ് ചെയ്യുമ്പോഴും? അല്ലല്ല, എന്നോട് കഥ പറയാൻ വന്നത് സേതു നേരിട്ടാണ്. സേതു വന്നിട്ട് തന്നെയാണ് നമ്മൾ കഥയിലൂടെ എത്തിയത്. അപ്പൊ ആ പ്രൊഡക്ഷൻ കൺട്രോളർ അല്ലേ ഇപ്പൊ? അതേ സെയിം പ്രൊഡക്ഷൻ കൺട്രോളർ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാ കഥകളും അറിയാമായിരിക്കുമല്ലോ. അപ്പൊ താങ്കളോട് അത് പറഞ്ഞിട്ടില്ല? ഇതിന്റെ രസം 3 മാസമാണ് ഈ കൺട്രോളറും ഈ പറയുന്ന പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇത് ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ട് ഫിലിം ചേംബറിൽ വെച്ചിട്ട് ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അറിവോടെ ഡയറക്ടേഴ്സ് അസോസിയേഷന്റെ അറിവോടെ തന്നെയാണ് ഇത് മാറ്റി എഴുതിയത്.
ആൻഡ് ഈ പറയുന്ന ഈസി ഫ്ലൈയിലെ 2 പേർക്കും എന്തൊക്കെയാണോ നമ്മൾ അഡ്വാൻസ് വാങ്ങിച്ചതും പ്രീ പ്രൊഡക്ഷന്റെ എക്സ്പെൻസും എല്ലാം തിരിച്ചു കൊടുത്ത് ലീഗലി ആണ് ഈ പടം അനൗൺസ് ചെയ്തതും ഇതിന്റെ ആദ്യത്തെ എന്താ പറയുക ഫസ്റ്റ് ലുക്ക് വിട്ടതും പൂജ നടന്നതും 45 ദിവസം ഷൂട്ട് കിടന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഞങ്ങൾ പോയി പരാതി പറയില്ലല്ലോ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ക്ലീൻ ചിറ്റ് കൊടുത്തേക്കണാണ് ഇതിന്. ഇന്നലെ അസോസിയേഷനിൽ ഞാൻ ബന്ധപ്പെട്ടു. കാരണം എനിക്കിങ്ങനെ എന്താ പറയാ ഈ ഓൺലൈൻ മാധ്യമമായ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പുള്ളിക്കെതിരെ ഒരു സർക്കുലർ ഇറക്കണമെന്ന് വരെ ഞാൻ പറഞ്ഞു. കാരണം എന്നെ പോലുള്ള പ്രൊഡ്യൂസേഴ്സ് ആണ് ഇവർക്ക് പേ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്താൽ തെളിവുണ്ടെങ്കിൽ ഓക്കെ, ഞാനത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, എനിക്കൊരു പ്രശ്നമില്ല, അത് ഞാൻ ബാധ്യസ്ഥനാണ് കൊടുക്കാൻ. ഇത് ഞാൻ ഒരു വിധത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. ഇയാൾക്ക് എന്തുകൊണ്ട് ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് എന്നെ ബന്ധപ്പെട്ടുകൂടാ? പടം റിലീസ് ചെയ്ത് ഡബ് ചെയ്ത് ഫൈനൽ ഔട്ട് ഇറങ്ങുന്നതിന്റെ സമയത്താണ് ഇയാളോട് കേസ് കൊടുക്കുന്നത്. ഹൈക്കോടതി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിധി കൊടുത്തത്? ആ ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. അതിനകത്ത് ഹൈക്കോടതി വിധി പറയുന്നുണ്ടല്ലോ OTT ബിസിനസ്, ഇതെല്ലാം ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിലുണ്ട്, നിങ്ങളുണ്ടെങ്കിൽ നോക്കി അറിയാം. അത് എന്തുകൊണ്ടാണ് ഹൈക്കോടതി ജഡ്ജി അങ്ങനെ പറയുമ്പോൾ അത് തെളിവുകൾ കൊടുത്താൽ മാത്രമേ ഹൈക്കോടതി വരുള്ളൂ. കുറെ കാര്യങ്ങൾ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിനെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എനിക്ക് ആദ്യം ഓർഡർ കിട്ടിയിരിക്കുന്നത് ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പൊ ജില്ലാ കോടതി അല്ല ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസിൽ ഞാൻ ഇതിനകത്ത് അഭിപ്രായം പറയാൻ എനിക്ക് പറ്റില്ല. അപ്പൊ എനിക്ക് ഇനി അതുകൊണ്ടാണ് എനിക്ക് ഒന്നാമത് ഹൈക്കോടതിയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, സമയം അതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് കോടതി ഞാൻ വക്കാലത്തിട്ടു, ഹിയറിംഗ് ഒന്നും മാറിയും തിരിഞ്ഞും പോയി, ഈ ടൈം പോകുന്നതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ പോയത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഹൈക്കോടതിയിലെ ഉത്തരവിനെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട കോടതി ഇട്ടതാണ്, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള അതിന് മുകളിലുള്ള കോടതിയാണ് വിധിക്കുന്നത്. അപ്പൊ അതിനകത്ത് എനിക്കൊരു അഭിപ്രായം പറയാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇത്തരം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ട് സംസാരിക്കുന്ന ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് ആസിഫ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വരും, ഉറപ്പായിട്ടും ഇമ്മീഡിയറ്റ് വരും. ഓക്കെ, അതാണ് ഇത്. ഇപ്പൊ ആസിഫ് അലി ടിക്കറ്റ് ആകാന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിലാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇന്നലെ രാത്രി ആസിഫോടൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ നമുക്ക് ഇന്ന് ഒരു ഫേസ്ബുക്ക് ലൈവ് പോവാം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ രാത്രി ഒരു 8 മണിക്ക് ഒരു മാധ്യമപ്രവർത്തന്റെ കോൾ വന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാനാണ് രാവിലെ വിളിച്ച് പറഞ്ഞത് നമുക്കൊരു പ്രസ് മീറ്റ് വിളിക്കാം. അപ്പൊ ആസിഫിനെ ഇന്ന് ഷൂട്ട് ഉള്ളതുകൊണ്ട് വന്നിട്ടില്ല. ആസിഫ് തീർച്ചയായിട്ടും ഇന്ന് തന്നെ ആയാലും ഒരു വിശദീകരണം ഫേസ്ബുക്കിൽ ഇടും. ഓക്കെ, താങ്ക് യു.